قال لا تخافا إنني معكما أسمع وأرى. അശ്വിൻ, കേൾക്കാൻ പറഞ്ഞോളൂ. ഇത് മിനിയാന്ന് ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട്, അതായത് നിങ്ങളെ ഡി പിയില് ഒരു ഫോട്ടോ കണ്ടിരുന്നു, റോസറ്റോ സ്റ്റോൺ ആണെന്ന് തോന്നുന്നുണ്ട്. റോസറ്റ് സ്റ്റോൺ. അതിനെ പറ്റിയിട്ടൊന്ന് പറയോ? ഞാൻ അതിന്റെ മോഡറേറ്റർ അക്കൗണ്ട് അതിന്റെ ലിങ്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി. നിങ്ങൾ യൂട്യൂബ് വീഡിയോ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്തു തരാം. അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. മലയാളത്തിലുണ്ട്. അത് മറ്റേ ഈജിപ്റ്റോളജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പഠനത്തിന്റെ ഇതല്ലേ, ഒരു കല്ലല്ലേ? അതെ. അത് 1799 കണ്ടാണ് ഡിസ്കവർ ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ മറന്നു അതിന്റെ ഡിസ്കവറി. അത് ഡിസ്കവർ ചെയ്തപ്പോഴാണ് അതിനകത്ത് ഈ ചില ഹിസ്റ്റോറിയൻസ് അതിന് മുമ്പ് പല അസംഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഹിസ്റ്ററി, ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയുടെ പല കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്ന അസംഷൻസിന്റെ ബേസിലും പിന്നെ പഴയ നിയമത്തിന്റെ ഒക്കെ ബേസിസിലാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഡിസ്കവർ ചെയ്തതിനു ശേഷമാണ് നമുക്ക് കൂടുതൽ ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന്റെ സാധനം ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഒരു ഒറ്റ സെക്കൻഡ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഞാനത് അറിഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ ഈ ഈജിപ്റ്റോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് 1799 ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്. അതുവരെ ഈജിപ്റ്റോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ പഠനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്ര ഡീപ്പായിട്ട് കിട്ടിയിട്ടില്ല. കാരണം ആ രാജാക്കന്മാരുടെ അതിൻ്റെ ഒരു ശൈലി, അവർ ഭരിച്ചിരുന്ന രീതി, ഇതൊന്നും കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല. പക്ഷെ ഇത് കിട്ടിയതിൻ്റെ ശേഷമാണ് അവരുടെ ആ രാജാക്കന്മാർ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും ഈ ഫറോവ രാജകുടുംബം എപ്പോൾ വന്നു എന്നുള്ളതും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നാണ് പഠിച്ച് കിട്ടിയതെന്നാണ് പിന്നീട്. അതെന്നാന്ന് പറഞ്ഞാണ്ടല്ലോ, ഈ ഫെറോയുടെ കാര്യം പറയുമ്പോൾ നമ്മള് ഈ ഫെറോ എന്നുള്ള വാക്ക് ഈജിപ്ഷ്യൻ ലാംഗ്വേജിൽ പെറ എന്ന് പറയും. പെറ അതാണ് ഫെറോ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളത് നോക്കുവാണെങ്കിൽ ഈജിപ്തിൽ ഒറ്റ ടൈം പീരീഡ് അല്ല കിടക്കുന്നത്. ഇവർ പല ഡൈനസ്റ്റീസ്, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ തന്നെ മൗര്യൻസ്, മുഗൾസ്, മറാഠ എന്നൊക്കെ പറഞ്ഞ പല ഡൈനസ്റ്റീസ് ഉണ്ടായിരുന്നു. അതുപോലെ ഈജിപ്തിലും ഇങ്ങനെ പല ഡൈനസ്റ്റീസ് പല ടൈം ഫ്രെയിമിൽ ഉണ്ടായിരുന്നു. ഓൾ കിങ്ഡം പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഉണ്ട്, സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ഉണ്ട്, ന്യൂ കിങ്ഡം പീരീഡ് ഉണ്ട്. അതിന്റെ ഇടയിൽ കുറെ ഉണ്ട്. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ഹിസ്റ്റോറിയൻസ് തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫെറോ എന്നുള്ള വാക്ക് അവിടുത്തെ റൂളറിനെ വിളിച്ചു തുടങ്ങിയത് ന്യൂ കിങ്ഡം പീരീഡ്. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. അതിന്റെ ഒരു ഞാൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ നോക്കിക്കാണായിരിക്കും പറ്റുന്നത്. അതെ 18ാം രാജവംശത്തിനാണെന്ന് തോന്നുന്നത്. 18th ഡൈനസ്റ്റി. കറക്റ്റ് ആണ്. അതെ. അപ്പൊ ഈ സമയത്താണ് ശരിക്കും ഫറോ എന്നുള്ള പേര് തന്നെ കുടുംബത്തിന് വന്നത്. അപ്പൊ ഇത് അവിടെ എന്നെ പ്രശ്നം, അതും എനിക്കറിയാം. നിങ്ങൾ പറയാൻ പറ്റുന്നതാണ്. ഞാനിത് കുറെ ദിലീപ് ബ്രദറിന് അത് പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിരുന്നു. ഞാൻ കുറച്ച് ദിവസം മുമ്പ്. നിങ്ങൾ ഫെറോ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക വെബ്സൈറ്റ് ഉണ്ട്, അത് ഫെറോ എന്ന് അടിച്ചു കൊടുക്കുക. അവിടെ കൊടുത്തിട്ടുണ്ട് ആ പേരിന്റെ യൂസേജും കാര്യങ്ങളും. ഇത് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ അവിടുത്തെ റോയൽ പാലസിനെ വിളിക്കാൻ യൂസ് ചെയ്തൊരു പേരാണ് ഫെറോ. നമ്മളൊരു വാക്കായാലും വിത്ത് ടൈം അതിന്റെ മീനിങ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. നമ്മൾ ഒരു 100, 200, 300 വർഷം കൂടുമ്പോൾ അതിന്റെ മീനിങ്, നേരത്തെ യൂസ് ചെയ്തിരുന്ന മീനിങ് ആയിരിക്കില്ല പിന്നീട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പണ്ട് റോയൽ പാലസ് ആയിരുന്നു. ന്യൂ കിങ്ഡം പീരീഡ് ആയപ്പോഴത്തേക്കും പിന്നെ അവിടുത്തെ രാജാവിനെ വിളിക്കാനുള്ള ഒരു പേരായത് ആ ഒരു ടൈം ഫ്രെയിമിലാണ്. ഇത് നിങ്ങൾ കേട്ട കാര്യം എന്ന് പറയാം. ബൈബിളിലെ പഴയ നിയമത്തിൽ ഇതൊരു എററായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ മോസസിന്റെ സ്റ്റോറി നോക്കുവാണെങ്കിലും അവിടെ ഫെറോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുമ്പ് ഈജിപ്റ്റ് സ്റ്റോറീസ് ഒക്കെ പറയുമ്പോൾ അവിടെ എല്ലാം ഫെറോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതെല്ലാം ആക്യുറേറ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ റോസറ്റ് സ്റ്റോൺ. അതെ. അത് വെച്ചിട്ടായിരുന്നു കുറെ കാലം ഇവര് ഖുറാനെ വിമർശിച്ചിരുന്നത്. പിന്നെ ഹമാൻ എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് വിമർശനം ഉണ്ടായിരുന്നു ഖുറാന്റെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. 1900 ഇതിലൊരു അഹമ്മദിദാത്തും വേഴ്സസ് അനിഷറോഷ് എന്ന് പറഞ്ഞ ഒരു അറബ് ക്രിസ്ത്യൻ ആണ്. അപ്പൊ പുള്ളി തമ്മിലുള്ള ഡിബേറ്റിൽ, പുള്ളിയും 1982 തോന്നുന്നു, മറന്നു ഡേറ്റ്. ആ ഡിബേറ്റിൽ പുള്ളി ഇത് ഹമാൻ എന്നുള്ള ഒരു ക്യാരക്ടറിന്റെ പേരിട്ട് ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർക്കും ഡിബേറ്റേഴ്സിനും അത്ര ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഇന്ന് കോമൺലി ആയിട്ട് കോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ. ശരിക്കും ഇവര് കൊണ്ടുവന്നത് ഇവർക്ക് എതിരായിട്ട് മാറാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ശരിക്കും തെറ്റായിട്ടുള്ളത് ഈ പറഞ്ഞ ബൈബിളിൽ പറഞ്ഞ കാര്യമാണ് തെറ്റ്. എസ്തർ എന്നുള്ള പുസ്തകത്തിലാണ് ഇത് പറഞ്ഞതെന്ന് തോന്നുന്നു. ഈ ഹാമാൻ എന്നുള്ളത് ഒരു രാജാവിനെ പുസ്തകം തന്നെ അംഗീകരിക്കുന്നില്ല ഈ ബൈബിൾ സ്കോളേഴ്സ് ഒന്നും. ഒരു ബൈബിളിലേക്ക് ചേർക്കാൻ പറ്റൂല എന്നാണ് പിന്നീട് ഇവർ പറയുന്നത്. കാരണം ദൈവമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതിൽ പറയുന്നില്ല. ഞാൻ മേളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കയറി കണ്ടുതരാം. അതിന്റെ ബുക്കിന്റെ PDF ഉണ്ട് എന്റെ കയ്യിൽ. വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. വേണ്ട, ഞാൻ അതിന് വായിച്ചോണ്ട് കുറച്ച് ഇതിനെ പറ്റിയിട്ട് കേട്ടിരുന്നു. കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. ഇന്നലെ ആയിരുന്നു ദിലീപ്ക്ക്. ഇന്നലെ ആയിരുന്നു ആ ഒരു പരിപാടി വെച്ചിരുന്നത്. ഇന്നലെ അല്ലായിരുന്നു?
റഊഫും ആരിഫ് ഹുസൈനൊക്കെ. അതെ 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 അതെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നലെ അവര് കുറെ അവിടെ ഇരുന്നിട്ട് തള്ളി മറിക്കുന്നൊക്കെ കണ്ട്. ശരിക്ക് നമുക്ക് ചിരിയാ വന്നത് ഇവരെ ഓർത്തിട്ട് സാധാപൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഇസ്ലാമിനെ പഠിച്ച ആളുകൾ പലരുണ്ട്, അതിനെ വിമർശിച്ച ആളുകളും ഉണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു വിമർശിച്ചിരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നീൽ റോബിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫസർ, നീൽ റോബിൻസ് അമേരിക്കക്കാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇസ്ലാമിനല്ല പഠിക്കാൻ ശ്രമിച്ചത്, പല ഭാഷകൾ പഠിക്കുന്ന ആളായിരുന്നു. ഏകദേശം 8ഓളം ഭാഷകളിൽ നല്ല ജ്ഞാനമുള്ള ആളായിരുന്നു. ഈ സമയത്ത് ഖുർആനെ പറ്റിയിട്ട് പഠിക്കാൻ ഇദ്ദേഹം നോക്കി, അതിൽ PhD എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വർഷങ്ങളോളം ഇദ്ദേഹം ഈ ഖുർആനെ പറ്റിയിട്ട് പഠിക്കുകയും എന്നിട്ടും ഇസ്ലാം ആയിട്ടില്ല. പക്ഷെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പിന്നീട് പാകിസ്ഥാനിലേക്ക് വരികയും പാകിസ്ഥാനിലുള്ള ഒരാളുമായിട്ട് കുറെ ഉറുദു പഠിച്ചിട്ട് അദ്ദേഹവുമായിട്ട് കുറെ സംസാരിക്കുകയും അങ്ങനെ ഈ ഖുർആനെ പറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ട് ഡിസ്കവറി ഓഫ് ഒരു ബുക്ക് തന്നെ അദ്ദേഹം രചിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം ഇസ്ലാം ആയിട്ടില്ല എന്നുള്ളതാണ്. പിന്നീടാണ് ഖുർആന്റെ ഈ സൗന്ദര്യം മനസ്സിലാക്കിയിട്ട് പിന്നീടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകം ഇപ്പോഴും ലഭ്യമാണ്. പുസ്തകത്തിന്റെ പേര് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഡോക്ടർ റൈമൻ ഡിഫേറ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ഇദ്ദേഹം ഇതേപോലെ ഈ അറബിയൻ കവിതകൾ, സാഹിത്യങ്ങൾ പഠിക്കുന്നതിൽ PhD എടുക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. അങ്ങനെ ഈ സാഹിത്യങ്ങളൊക്കെ പഠിക്കുന്ന ഈ സമയത്ത് തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഒരു സാഹിത്യ ഗ്രന്ഥം, അതായത് ഒരാൾ ആരോ എഴുതിയുണ്ടാക്കിയ ഒരു സാഹിത്യം എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പിന്നീട് ഖുർആനെ പഠിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഈ ഖുർആനെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് പിന്നീട് ഇതിൽ ഈ അറബി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നല്ല അറിയുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു. ജർമ്മൻ ആണെന്ന് തോന്നുന്നത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇദ്ദേഹം പല രീതിയിൽ ഇതിനെ പഠിച്ച് ഈ സാഹിത്യം മറ്റ് അറബിയിൽ ഉണ്ടായിരുന്ന സാഹിത്യവുമായിട്ട് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കി അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഈ അറബി ഭാഷയിലുള്ള നൈപുണ്യം കൊണ്ടാണ് ഖുർആൻ പഠിച്ചെടുത്തത്. അതേ സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ആളുകളൊക്കെ ഖുർആനെ വിമർശിക്കുന്നത് അറബിയിലെ ആൽഫബറ്റിക് പോലും അറിയില്ല. ആ ആളുകളാണ് ഖുർആനെ ഇപ്പോൾ വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം അപഹാസ്യമാണ് നോക്കിയാൽ തന്നെ അറിയാം. കാരണം ഇവർക്ക് തന്നെ ഖുർആൻ എന്താണെന്ന് പോലും അറിയില്ല. ഈ വിമർശിക്കാൻ വേണ്ടിയിട്ട് പല സൈറ്റുകളിൽ നിന്നും ഓറഞ്ചിസ്റ്റുകളും മറ്റുമൊക്കെ പണ്ട് എഴുതിയത്. ഇപ്പോൾ അതൊക്കെ എന്താ പറയുക, പണ്ട് സയന്റിഫിക്കലി തെറ്റാണെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇന്ന് ശരിയായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങൾ വരെ ഇപ്പോഴും ഇട്ടിട്ട് കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് ഇവർ. അതാണ് പല സ്ഥലത്തും നമ്മൾ കാണാറുള്ളത്. അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇവർ എപ്പോഴും അപ്ഡേറ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പുസ്തകം ഡിവിൻ സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റിയിലും PhDക്ക് വേണ്ടിയിട്ട് അതേപോലെ ഈ ഖുർആന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ സമാഹരിച്ച ഒരു പുസ്തകമാണ്. അതിൽ നീൽ റോബിൻസും അതേപോലെ തന്നെ ഷെരീഫ് റെന്ദ്വ എന്ന് പറഞ്ഞ ആളും കൂടിയാണ് ഈ പുസ്തകം തയ്യാറാക്കുന്നത്. ഇതിൽ ഇവർ പലപ്പോഴായിട്ട് ഈ പറഞ്ഞ ജബ്ബാർ മാഷ് അടക്കം പറയുന്നുണ്ട് ഖുർആനിലൊരു അടുക്കും ചിട്ടിയൊന്നുമില്ല, അങ്ങനെ തീർച്ചയെടുക്കാനൊക്കെയാണ്. ശരിക്ക് ഖുർആനൊരു അടുക്കും ചിട്ടിയും കൃത്യമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സൂറ ബക്കറ എടുക്കുകയാണെങ്കിലും സൂറ യൂസുഫ്, അങ്ങനെ ഏത് അധിക സൂറത്ത് എടുക്കുകയാണെങ്കിലും ആ സൂറത്തിന്റെ പല ഭാഗങ്ങളെ തിരിച്ചു കൊണ്ടിട്ട് അതിന്റെ സർക്കിൾ രൂപത്തിൽ അതേപോലെ മിറർ രൂപത്തിലൊക്കെ ഇവർ പഠിച്ച് ഇതിനെ പറ്റി വിശദമായിട്ട് അവതരിപ്പിച്ച പുസ്തകമാണ് ഡിവിൻ സ്പീച്ച് എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുകയൊക്കെ ചെയ്യും. അതിന് കൃത്യമായിട്ട് അവർ അതിനെ സമർത്ഥിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആളുകൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളിയാക്കിക്കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും മുമ്പ് നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ റോസറ്റോ സ്റ്റോൺ എന്നുള്ള കണ്ടെത്തിയത് 1799 അതിനു മുമ്പ് വരെ ബൈബിളായിരുന്നു ഖുർആനിന് ഇവര് ഖുർആനിൽ പറയുന്ന പല കാര്യങ്ങളും ബൈബിളിൽ പറയുന്നതായിട്ട് വൈരുദ്ധ്യമുണ്ട്, അതുകൊണ്ട് ഖുർആൻ തെറ്റാണ്. ശരിക്കും ബൈബിളിലാണ് തെറ്റ് എന്നുള്ളത് പിന്നീട് ബോധ്യമായിട്ടുണ്ട്. കാരണം പല ചരിത്രങ്ങളും പിന്നീടാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സംഭവം മാത്രം, ഹാമാന്റെ സംഭവം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ
ഖുറാനിൽ ഹാമാനെ കുറിച്ച് പറയുമ്പോൾ ഫെറോൻ, അതായത് ഫറോവ രാജാവിന്റെ കൂടെ ഉള്ള ഒരു കെട്ടിട ജോലിക്കാരനായിട്ടാണ്, കെട്ടിടം നിർമ്മിക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ്. അതേ സ്ഥാനത്ത് ഹാമാനെ പറ്റിയിട്ട് ബൈബിളിൽ പറയുന്ന എസ്തർ എന്നുള്ള പുസ്തകത്തിലാണ്, അവിടെ ഒരു രാജാവായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവര് ഈ ബൈബിളിന്റെ ആളുകൾ, ഓറഞ്ചിസ്റ്റുകൾ പറയുന്നത് ഇത് ഖുറാനിന് എഴുതിയ മുഹമ്മദിന് തെറ്റ് സംഭവിച്ചതാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചതാണ് എഴുതുമ്പോൾ എന്നാണ് ഇവർ പറഞ്ഞത്. ഇത് ബൈബിൾ കോപ്പി അടിച്ചപ്പോൾ തെറ്റ് സംഭവിച്ചതാണെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഫറോവ എന്ന് പറഞ്ഞ ആ രാജാവിന്റെ സമയത്ത് ബൈബിൾ പ്രകാരം ഈ ഹാമാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇല്ല എന്നുള്ള. പക്ഷെ അത്ഭുതം എന്ന് കരുതട്ടെ പറയട്ടെ, ഇതിനെപ്പറ്റി ഗവേഷണം നടത്തിയ ഒരാളായിരുന്നു മോറിസ് ബുക്കായി. ഇദ്ദേഹം ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചു കൊണ്ടിട്ട് ഈ ഒരാളടുത്ത് ചെല്ലുന്നുണ്ട്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഈ പറഞ്ഞ മുകളിൽ കൊടുത്ത ആർട്ടിക്കിളിൽ ഉണ്ടാവും തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു 7-ാം നൂറ്റാണ്ടിൽ ഒരു ഹാമാനെ പറ്റിയിട്ട് ഈ ഫറോൻ എന്ന് പറഞ്ഞ ആ രാജ്യത്തിൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് ഒരു അറബി സാഹിത്യത്തിൽ അറബി ചരിത്ര ഗ്രന്ഥത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ എഴുതിയ, ഇത് ഖുറാനാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അപ്പൊ ഈ ചെന്ന ഇയാൾ പറയാണ്, അതൊരിക്കലും സംഭവ്യമല്ല, അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ അടുത്താണ് അതുവരെ മൂടപ്പെട്ടിരുന്ന ഒരു സംഭവം ഇപ്പൊ അടുത്താണ് കണ്ടെത്തിയത് എന്ന് പറയാണ്. ഇതിനെ പറ്റിയിട്ട് റെഫർ ചെയ്യാൻ കുറച്ച് ബുക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ആ ബുക്ക് പരിശോധിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അത്ഭുതകരമായിട്ട് ഈ പറഞ്ഞ ഹാമാനെ പറ്റിയിട്ടുള്ള വിവരം കിട്ടുന്നത്. ഈ പറഞ്ഞ അതേ കാലഘട്ടത്തിൽ മൂസായുടെയും ഫറോന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ച, അതുമാത്രമല്ല ഇദ്ദേഹത്തെ പറ്റിയിട്ട് പറയുന്നത് കെട്ടിട നിർമ്മാണക്കാരൻ എന്ന് തന്നെ അർത്ഥം വരുന്ന രീതിയിലുള്ള പേര് തന്നെയാണ്. ഖുറാനിൽ കൃത്യമായിട്ട് ഫറോൻ പറയുന്ന വാചകമുണ്ട്, ഹാമാനെ എനിക്ക് വേണ്ടി നീ ഒരു ഉന്നത സൗധം തന്നെ നിർമ്മിച്ചു തരിക, എനിക്ക് മൂസായുടെ ദൈവത്തിലേക്ക് ഒന്ന് എത്തി നോക്കാനാണ് ഇഷ്ടിക ചുട്ടെടുത്തിട്ട് എന്നും പറയുന്നുണ്ട്. അതും ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയമാണ്, അതിലേക്കൊന്നും പോകില്ല. ഈ വിഷയം മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് ബൈബിളിനാണ് അവിടെ തെറ്റുപറ്റിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ഞാൻ അധികം നീട്ടുന്നില്ല, നമ്മൾ ആ വിഷയത്തിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് അവർ പറഞ്ഞതെന്നുള്ളതിന് ദിലീപ് എന്നാ പറഞ്ഞോളൂ. ഇല്ലേ, ഇന്നലെ നടന്ന ഇവരെ സംഭവമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമസ്ത ഉണ്ടോ? അവിടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കില്ലേ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ട്, പക്ഷെ ചർച്ച ഒന്നും ഞാൻ അറിയില്ല. ചർച്ച ഇന്നലത്തെ ആ ചർച്ച ഉണ്ടായിരുന്നല്ലോ, അതായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്നുള്ളതൊന്നും ഞാൻ കേട്ടില്ല. അല്ല, തുടങ്ങിയില്ല. ഞാൻ ഒരു ബ്രീഫായിട്ട് പറയാം. അതായത് നിസാമസ്ഥാന തലേന്ന് നടന്ന അറിയായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ആ റൂം ഇട്ടത് അവര്. എന്താണ് കോമഡി ഗ്രന്ഥം എന്നുള്ള രീതിയിൽ, ഇസ്ലാം കോമഡി ഗ്രന്ഥം എന്നുള്ള രീതിയിൽ. അപ്പം എന്നിട്ട് അത് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മള് 1 വർഷം റൂം ഇട്ടാലും ഇതിന് മറുപടി പറഞ്ഞ് തീരത്തില്ല. ഒരു 10-30 വചനമെങ്കിലും, ഇനി ഒന്നുമില്ല ഖുറാനില്, എല്ലാം വായിച്ചിട്ട് ഇത് കോമഡി ആണെന്നാണ് പറയുന്നത്. എന്തോ കോമഡി എന്നുള്ളത് അതിനകത്ത് പറയുന്നില്ല. വെറുതെ ഒരു ലോഡ് കൊണ്ടുവന്നിട്ട് ലോഡ് ഇറക്കുന്ന കണക്ക് പടപടാന്ന് കുറെ വചനങ്ങൾ പറഞ്ഞിട്ട് ഇതെന്താണ് ഇത് ശരിയല്ല, ഭൂമി ചുരുട്ടു എന്ന് പറയുന്നു, ആകാശം ചുരുട്ടു എന്ന് പറയുന്നു, മല ആണിയാന്ന് പറയുന്നു, മുട്ടത്തോടാന്ന് പറയുന്നു, അതാണ് ഇത്, ഇങ്ങനെ വെച്ചിട്ട് കുറെ ഇങ്ങനെ പറഞ്ഞു പോയി. ഞാൻ ഇതങ്ങനെ വിമർശനമാവുന്നത് ശരി, കുഴപ്പമില്ല, പറയട്ടെ. പക്ഷെ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ എല്ലാം കൂടെ എടുത്ത് ഒരു ദിവസം പറയാൻ പറ്റില്ല. ഒരു 3 വചനം മാത്രമേ നമ്മൾ ഇന്നെടുക്കാൻ, അറ്റ്ലീസ്റ്റ് ഒരു 3 എണ്ണം മാത്രം എടുത്ത് ഇന്നൊരു 1/2 മണിക്കൂർ കൂടുതൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കുറെ നാള് ഇത് പോകേണ്ടി വരും. ഇത് പാർട്ട് 1 ഇട്ടിട്ട് പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 കൊടുത്താല് നല്ല ടോപ്പിക്കാണ്. എന്ന് വെച്ചാല് ഒരു വിമർശിച്ചല്ലേ, കോമഡി എന്ന് പറഞ്ഞു വെച്ചതല്ലേ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്ട് എങ്ങനെയാണെന്ന് വെച്ചാല്, അവര് കോമഡി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആ ആയത്തുകള് ശരിക്കും അവർ ദൈവികം എന്നുള്ളതിന്റെ തെളിവാണ് അവർ വെച്ചേക്കുന്നത്, അവർ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് ടൈറ്റിൽ അങ്ങനെ ഇട്ടേക്കുന്നത്, ഖുർആൻ ദൈവിക ഗ്രന്ഥം തന്നെ എന്ന് തെളിയിച്ച നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ. അവർ കൊണ്ടുവച്ചത് അവർ കോമഡി ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ അവർക്കത് കോമഡി ആയിട്ട് തോന്നുന്നു. ശരിക്കും കുറച്ച് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ലേറ്റസ്റ്റ് സയന്റിഫിക് കാര്യങ്ങളുമായിട്ട് 100% മാച്ച് ചെയ്ത് പോകുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ അത് ദൈവികമല്ലേ അത്, അതാണ് സബ്ജക്ട്. അപ്പം അതിലൊരു ജസ്റ്റ് 2-3 ഒന്നും നമുക്ക് നോക്കാനൊന്നും പറ്റില്ല. ഒരുപാട് പറഞ്ഞതുകൊണ്ട് എല്ലാം നോട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. ജസ്റ്റ് ഓർമ്മയെന്ന് ഉള്ള ഒരു 2-3 കാര്യങ്ങൾ മാത്രം ഇന്ന് പറഞ്ഞിട്ട് തുടക്കം കുറിക്കാം ഇൻഷാ അല്ലാ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ക്ലിപ്പിട്ട് ചെയ്യിക്കാം. ക്ലിപ്പിടാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് കേൾക്കുന്നവർക്ക്.
ഇപ്പൊ ഇന്ന് അതിനുള്ള സൗകര്യം ഒന്നുമില്ല. ഇന്ന് എന്തെങ്കിലും തുടങ്ങണമെന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാതെ വന്ന് നമ്മൾ ഇടയ്ക്ക് ഒന്ന് കയറിയതിന്റെ ഓർമ്മയിൽ പറയണം. നമ്പർ പോലും ഓർമ്മയില്ല, ഓരോന്ന് നോക്കിയിട്ട് എടുക്കണം. അപ്പൊ അതാണ് ഇന്നത്തെ പ്രോഗ്രാം. അത് കേട്ടായിരുന്നു? കേട്ടു. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ ആമുഖമായിട്ട് തുടങ്ങിയിട്ട് എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഇവിടം വരെ എത്തിയത് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രസന്റേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഖുർആൻ ദൈവിക ഗ്രന്ഥം തന്നെ എന്ന് തെളിയിച്ച നിരീശ്വരവാദികൾ പാട്ടോടെ നമ്മൾ എഴുതണം. സംഭവം എന്താന്ന് വെച്ചാല് 2 ദിവസം മുമ്പ് അവരുടെ ഗ്രൂപ്പില് LJ എന്ന് പറഞ്ഞ സാപ്പിയൻസിന്റെ ഒരാള് അവരുടെ കാഷ്വൽ സംസാരത്തില് ഞങ്ങൾ ഇതൊരു കോമഡി ഗ്രന്ഥമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു. ഇത് അമൽ സിബിൽ കേട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാ ഇങ്ങനെ പറയുന്നു, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇൻഡിവിജ്വൽ ഡിബേറ്റ്സ് ഇങ്ങനെ സംസാരിച്ച് വരുന്ന സമയമായിരുന്നു. മൗണ്ടനായിട്ട് ഒന്ന് നടന്നു. അപ്പൊ അതിന് ചീത്ത വിളിക്കാത്ത ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ള ഒരു സെറ്റപ്പിൽ വന്ന സമയത്താണ് ഈ സംഭവം കേൾക്കുന്നത്. അപ്പൊ അമൽ സിബിൽ വിചാരിച്ച് അങ്ങനെയാണെങ്കിൽ ഇവനെ കൊണ്ടുവന്നിട്ട് നീ നിന്റെ മനസ്സിലുള്ളത് പറയും, എന്താന്ന് വെച്ചാല് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഇതൊരു കോമഡി ഗ്രന്ഥമാണെന്ന് പറയാൻ കാരണം എന്താണ്, കൊണ്ടുവന്നു കഴിഞ്ഞാല് നമുക്കതിന് മറുപടി കൊടുക്കാം, ഹാരി ഉസ്താദ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ആയിരുന്നു അമൽ സിബിലിന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു സജഷൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ആക്ച്വലി അപ്പൊ തന്നെ ഞാനും സിബിൽ റൂം ഇട്ടിട്ട് പിങ് ചെയ്തു. പക്ഷെ അയാൾ വന്നില്ല. അതോടെ നമുക്കറിഞ്ഞൂടെ, അതോടെ അത് തീർന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് സാലിൻ ഞങ്ങളൊക്കെ ഇരുന്ന് വേറെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വേറെ പരിപാടി നടക്കുന്നതിന്റെ ഇടയ്ക്ക് അമൽ സിബിൽ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു, അവരിപ്പൊ വരാന്ന് പറഞ്ഞു, സ്പീക്കർ പാനലുള്ള ഒരാൾക്കെല്ലാം താഴെ ഇറങ്ങട്ട്, അവർക്ക് എന്തോ ഡൗട്ട് ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് തോന്നി ഇത് അങ്ങനല്ലല്ലോ ഇത് നടത്തേണ്ടത്, ഇതിന് ഇത്രയും പ്രോബ്ലപ്പെടേണ്ട ആവശ്യമില്ല. അവനെ വിളിച്ച് നമ്മള് ഒരു ക്ലോസ് റൂമിൽ നിന്ന് സംസാരിച്ചിട്ട് എന്താണ് അവരുടെ ആവശ്യം, എന്താണ് അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ ഇതിൽ വേണം ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഫിക്സ് ചെയ്യാം. അതുകൊണ്ടൊന്ന് സംസാരിക്കുന്ന പറഞ്ഞാൽ ശരിയല്ല. അപ്പൊ നിസാർ ബ്രോ അതിനകത്തുണ്ടായിരുന്നു. പുള്ളി ശക്തമായിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇത് ഇവിടെ ഒരു പരിപാടി ഒരു ടൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളവരെല്ലാം താഴെ ഇറക്കിയിട്ട് നിങ്ങൾ അവർ രണ്ടുപേരും വന്ന് പരിപാടി നടത്താൻ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു സാർ. അതോടെ പിന്നെ അമല് പോയി. ഞാൻ പോയി അവരടുത്ത് ക്ലോസ് റൂമിൽ സംസാരിക്കണം. അപ്പൊ എനിക്കിത് അമല് അത്ര സ്ട്രോങ് മോഡറേഷൻ ആയിരുന്നു. അവർ ഈൽഡ് ചെയ്യും, അവരെന്ത് പറഞ്ഞാലും അവരുടെ കാരണങ്ങൾക്ക് അവരുടെ പറയുന്നതിനകത്ത് പുള്ളി സമ്മതിച്ചു കൊടുക്കും. അത് ശരിയാത്തതുകൊണ്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്ത് പോയി നോക്കുമ്പോഴത്തേക്ക് ക്ലോസ് റൂമല്ല വേറെ ഓപ്പൺ റൂമിൽ ഇരിപ്പുണ്ട്. അതിനകത്ത് ഈ LJ ഇവരെല്ലാം ഉണ്ട്. ഞാൻ കയറുന്ന സമയത്ത് അവർ കുറെ നേരത്തെ ഡിസ്കഷൻ കഴിഞ്ഞു. ആ ഡിസ്കഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡിബേറ്റ് ഫോർമാറ്റിലുള്ള ഒരു ഡിസ്കഷനിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഒരു സബ്ജക്റ്റേ എടുത്തിട്ടില്ല ഡിബേറ്റ്, അതും എക്സ് മുസ്ലിംസ് ആയിട്ട്. അതായത് നമ്മൾ വിളിച്ചത് LJ ആണ്. LJ വന്നിട്ട് LJ വിളിച്ചാൽ LJ പറഞ്ഞ പോലെ വരത്തില്ല എന്ന് പറയണം. അതല്ലേ എന്റെ കറക്റ്റ്. എന്ത് സംഭവിച്ചത് എനിക്കറിയത്തില്ല. അമൽ സിബിൽ പറഞ്ഞാണ് LJ പറയുന്നു, ഞാനല്ല ഇത് പറഞ്ഞ അമൽ സിബിലാണ് ഈ ഫോർമാറ്റ് പറഞ്ഞത്. പക്ഷെ നമുക്ക് തോന്നിയത് നമ്മൾ വിളിച്ചത് LJ വന്നിട്ട് ഇപ്പൊ മൗണ്ടൻ എന്ന് സംസാരിച്ചാണ് LJ എന്ത് വേണമെങ്കിൽ ഡൗട്ട് ചോദിക്കാം ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഇതിപ്പോ നല്ലൊരു ഇതായിരിക്കും. പുള്ളി അങ്ങനെ ചീത്ത വിളിക്കുന്ന ആളല്ല. നമ്മൾ പറയുന്നതെല്ലാം ഒരുമാതിരി കേട്ട് പോകുന്ന അല്ല, ഒരുമാതിരി കേട്ടല്ല, ഇങ്ങനെ വൃത്തിയോടെ ചീത്ത അങ്ങനെയൊന്നും വിളിക്കത്തില്ല. അപ്പൊ പുള്ളി സംസാരിക്കാൻ പറ്റിയ ആളാണ് എന്നുള്ള രീതിയിൽ ഒരു ഫോർമാറ്റ് സംസാരിച്ച് തീരുമാനിക്കാന്ന് പറയുമ്പോൾ ഇവിടെ അത് LJയുടെ കൂടെ ഞങ്ങൾ വേറൊരാൾ വരും, അത് നമുക്കറിയാം ആരാ ഉദ്ദേശിക്കുന്നുള്ളത്. എനിക്കറിയത്തില്ല, അവർ കണ്ണിക്കും എന്നുള്ള രീതിയിൽ അവിടെ പോയിട്ട് ഫോർമാറ്റും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് സമയമെല്ലാം കഴിഞ്ഞു. അത് സാലിൻ സമയുടെ പേര് വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞ ഇതല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ചത്, എങ്ങനെയല്ല ഇത്. നമ്മള് LJ മാത്രമാണ് എക്സ് മുസ്ലിംസ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അറിയാമല്ലോ, അതിന് LJയുടെ സഹായം വേണ്ട, നമ്മൾ ഡയറക്റ്റായിട്ട് പോയാൽ മതി ആയിരുന്നു. അതിന് LJ വഴി പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ അവിടെ അവർ പിന്നെ വിടുവോ, അവര് എങ്ങനെയെങ്കിലും നമ്മളായിട്ടൊരു ഡിബേറ്റ് എങ്ങനെ നടത്തോളൂ എന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ ആ ഫോർമാറ്റ് ഡിബേറ്റിന് പോകാൻ വേറെ പല കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു ഫോർമാറ്റ് പോകാൻ. നമ്മുടെ റൂം എപ്പോഴും ഓപ്പൺ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്ന് പറഞ്ഞാണ് വെച്ചേക്കുന്നത്. ആര് വന്നാലും നമ്മൾ ഇസ്ലാമിന്റെ സൈഡിൽ നിന്നുള്ള മറുപടി നമ്മൾ കൊടുക്കും. ആ ഫോർമാറ്റ് എപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ ഡിബേറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് അത് വേറെയാണത്. അത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ഇത് തന്നെ ഇന്നലെ തന്നെ അവർ കണ്ടില്ലേ, ഇതൊരു എക്സാമ്പിൾ ആണ്. ഇന്നലെ നടത്തിയതിനകത്തുനിന്ന് ഒരു 20 മിനിറ്റിനകത്ത് ഒരു 30 വചനമെങ്കിലും വായിച്ചു കാണും. നമുക്ക് ഒരു 3 വചനം പോലും അരമണിക്കൂർ വേണം അത് പറയണമെങ്കിൽ. ചിലത് ഒരു വചനം തന്നെ പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് 1 മണിക്കൂർ വേണം, അല്ല അരമണിക്കൂർ വേണം. എന്നാലേ അത് ആൾക്കാർക്ക് മനസ്സിലാവും. ഡിബേറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ തൃപ്തികരമായിട്ട് അത് പറയാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് മനസ്സിലാവണമല്ലോ. വെറുതെ 3 മിനിറ്റ് ആയത് സംസാരിച്ച് 3 മിനിറ്റ് നമ്മളെന്തോ പറഞ്ഞു, അവർ പറഞ്ഞു, നമ്മൾ പറഞ്ഞ ഡിബേറ്റ് കഴിഞ്ഞു, ഓക്കെ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് അവിടെ ഒരുപാട് കാണും, അത് പറയാൻ പറ്റാതെ ബാക്കി കിടക്കും. അതുകൊണ്ടാണ് അവരുടെ ഒരു ഫോർമാറ്റിലുള്ള ഡിബേറ്റ് നമ്മൾ പോകാത്തത്. പക്ഷേ നമ്മൾ നേരിട്ട് വിളിക്കുന്നത്, നിങ്ങൾ റൂമിൽ വന്ന് ചോദിക്കും. അവർ എത്രോട്ട് വന്നിട്ടുണ്ട്. ശിഹാബുദ്ദീൻ മേത്തർ പോലെ ആൾക്കാർ, നമ്മൾ ആ നക്ഷത്രങ്ങളും ജിന്നുകളും എന്നുള്ളതിനകത്ത് പുള്ളി കാഷ്വലായിട്ട് വന്നതാണ്. ഒരു സ്ട്രക്ചർ ഡിബേറ്റിനെ കണ്ടി നന്നായിട്ട് അത് പോയത്, നല്ല ടൈമിംഗ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ആ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അന്ന് ആ നക്ഷത്രവും ആകാശവും മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ.
കുറെ അത് സംസാരിച്ചു പോയി. അപ്പൊ അപ്പോഴാണ് നമുക്ക് അത് സംസാരിക്കാനുള്ള സമയം കിട്ടും. അല്ലാതെ 3 മിനിറ്റ് 4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റുന്ന സമയത്തിൽ പറയണം. അതുകൊണ്ട് ഇപ്പൊ ഇവര് പറയുന്ന ഡിബേറ്റ് ഫോർമാറ്റ് നമുക്ക് സെറ്റ് ആവില്ല. അപ്പൊ LJ വന്നിട്ട് ചോദിക്കും, നമ്മൾ ഓപ്പൺ ചാൻസ് അല്ലേ കൊടുക്കുന്നത്, എന്ത് വേണേന്ന് അത് നമ്മൾ ഓപ്പൺ ചാൻസ് ആണ് കൊടുക്കുന്നത്. പക്ഷെ പുള്ളി അത് എടുക്കുന്നില്ല. പുള്ളിക്ക് അവരും കൂടെ കൂട്ടിയിട്ട് വന്നാലേ പറ്റത്തുള്ളൂ. മറ്റ് ആൾക്കാർ എക്സ് മുസ്ലിംസിന്റെയും ആൾക്കാരുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എനിക്ക് ഖുർആൻ അറിയത്തില്ല. നമ്മൾ പറയാൻ നോക്കേ, നിങ്ങൾ ഖുർആൻ അറിയത്തില്ല, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ നമുക്കറിയാം. എന്നാലും ഇത് ഒരു കോമഡി ഗ്രന്ഥമാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിന് എന്തെങ്കിലും കാരണം കാണുമല്ലോ. കുറെ നാളായിട്ട് നിങ്ങൾ എക്സ് മുസ്ലിമിന്റെ ആരോപണം കേൾക്കുന്നുണ്ട്, ക്രിസ്ത്യൻ ആരോപണം കേൾക്കുന്നുണ്ട്. അതെല്ലാം വെച്ചിട്ട് ഒരു ഒപ്പീനിയൻ നിങ്ങൾ ഫോം ചെയ്താണ്. നിങ്ങൾ മനസ്സിലുള്ള നേരായിട്ട് ചോദിക്കും. പക്ഷെ അത് വരത്തില്ല. നമ്മൾ ഓപ്പൺ ഓഫർ കൊടുത്തു. ഇതിപ്പോഴല്ല, നമ്മൾ പണ്ട് മുതലേ LJ വിളിക്കുന്നുണ്ട്. നമ്മൾ വന്നിട്ട് സംസാരിക്കും, സമയം തരാൻ നടക്കും. ഇത് നമ്മൾ കോമൺ പ്രോഗ്രാമാണ്, ഇതിനകത്ത് ആർക്ക് വേണേ വരാം. പക്ഷെ ആ പ്രോഗ്രാം അങ്ങനെയല്ല, അവർക്ക് വേണ്ടി മാത്രം ഒതുക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ഫ്രീ ആയിട്ട് അവർക്ക് ചോദിക്കാം. അപ്പൊ അതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ പറയാൻ പറ്റും. അതെന്തോ അവർക്ക് പിടിക്കുന്നില്ല, അവരെടുക്കത്തില്ല. എങ്ങനെ ഒരാളെ കൊണ്ടുവന്നു. പിന്നെ അവസാനം എന്തായി, അത് ബഹളമായി. ആ സമയം നോക്കി സാലിം ഉസ്താദ് അതിനകത്ത് കയറി വരികയും ചെയ്തു. വന്ന് എന്താണ് ഇത് പകുതിയിലാണ് ഇത്രയും നടന്നത് നിസാം ഉസ്താദിനെ അറിയത്തില്ല. ഇവിടെ എന്തോ സംഭാഷണം ചെയ്തെന്നുള്ള അറിയത്തില്ല. എന്തോ ഒരു സംഭവം എന്നുള്ള മാത്രം അറിഞ്ഞിട്ട് പിന്നെ അപ്പൊ നമ്മൾ അലേർട്ട് ചെയ്ത് ഇതല്ല, ഇത് നിസാം ഉസ്താദ് നമ്മൾ പറയുന്ന ഇതല്ല, ഇത് മൗണ്ടൻ പോലത്തുള്ള സംഭവമല്ല, ഇത് വേറെ രീതിയിൽ പോവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിസാം ഉസ്താദ് ഇങ്ങനെ ഇത് പ്രീ പ്ലാൻഡ് അല്ലാതെ എന്റെ അനുവാദം ഇല്ലാതെ നിങ്ങൾ ഡിബേറ്റ് ഒന്നും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് സാലിം ഉസ്താദ് അവിടെ നിന്ന് പോയി. പിന്നെ അവർക്ക് അത് മതിയാവല്ലോ, ഇത് മതി. സാലിം സാഹിബ് വന്നു പോയതാണ് പ്രശ്നം. വന്നു പോയതുകൊണ്ടേ അവര് എന്തായത്, ശരി ഇത് നല്ലൊരു ചാൻസാണ്, നാളെ എനിക്ക് നിസാം ഉസ്താദിന്റെ പേരിൽ തന്നെ റൂം ഇട്ടേക്കാം. അവർ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ നിസാം ഉസ്താദിന്റെ പേരിൽ റൂം ഇടാൻ നിൽക്കാൻ. ഇതിന് മുമ്പ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും സാലിം ഉസ്താദ് നുണ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി നമ്മൾ പ്രമാണങ്ങൾ വെച്ചാണ് സംസാരിച്ചത്. എന്താണ് വനു കുറയില്ല, അതൊക്കെ നമ്മൾ അവർ കണ്ടിട്ടില്ല. അവരങ്ങനെ പ്രമാണം കാണാത്തത് നമ്മളെ കുറ്റമല്ല. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ലിയാഖത്തില് എന്താന്ന് പറയാ, നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇയാള് കാണാൻ എന്തോ ഇന്നലെ മദീന യൂണിവേഴ്സിറ്റി പഠിച്ച് ഇറങ്ങിയ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങിയ ആളാണ് കാണാൻ. അപ്പൊ അവര് കണ്ടത് പറഞ്ഞില്ലെങ്കിൽ അത് നുണയാണ്. ഇതിനു മുമ്പ് ഷമീറുമായിട്ട് ഒരു കേസിൽ പിടിപെട്ട് എന്താണ്, ഞാൻ ഇന്ന് നീ പ്രൂഫ് കാണിച്ചാൽ ഞാൻ നാളെ ഷഹാദത്ത് കലിമ ചൊല്ലാന്ന് പറഞ്ഞിട്ട് ഷമീർ അടുത്ത ദിവസം പ്രൂഫ് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അതോടെ ഔട്ട്, അതോടെ പോയ ആളാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ആയി. പിന്നെ നമ്മളത് വിട്ട് അത് ഓക്കെ, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പറഞ്ഞെന്നുള്ള രീതിയിൽ. പക്ഷെ അവർക്ക് അതിലൊന്നും ഒരു പ്രശ്നമല്ല. എന്നാലും സാലിം ഉസ്താദ് ഇപ്പൊ ഉള്ള ക്ലബ് ഹൗസിലുള്ള ഒരേ ഉസ്താദ് ആക്റ്റീവായിട്ടുള്ളത് നിസാം ഉസ്താദാണ്. എങ്ങനെയെങ്കിലും നിസാം ഉസ്താദിനെ ഇവിടെ നിന്ന് പോയിച്ച് പുറത്തെയാണ്. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അവര് എന്ത് കിട്ടിയാലും പേരിടുന്നത്. അപ്പൊ ഇന്നലത്തെ ആ ടൈറ്റിലിൽ നിസാം ഉസ്താദിന്റെ പേരിടേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. നമ്മൾ ഓപ്പൺ ടോക്കാണ് അവർക്ക് കൊടുത്തത്, LJ ക്ക് കൊടുത്തത്. നിസാം ഉസ്താദ് വരുമെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടുമില്ല. ആ ഇടയ്ക്ക് ഒരു സമയത്ത് അമൽ സിബിൽ പറഞ്ഞതിനകത്ത് പുള്ളിക്ക് അത് ഒരു ഇച്ചിരി വെപ്പറാളവും എങ്ങനെയെങ്കിലും നടക്കണമെന്നുള്ള രീതിയിൽ എന്തോ ഫോർമാറ്റ് മാറ്റി അവർ എക്സ് മുസ്ലിംസിലേക്ക് പോയി. പിന്നെ ഞാൻ പോയിരുന്ന് അത് കംപ്ലീറ്റ് പറഞ്ഞ് അത് റിവേഴ്സ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ ഓഫർ LJ ക്ക് മാത്രമാണ്. LJ വന്ന് നിങ്ങൾ സംസാരിക്കും, ഞങ്ങളുടെ കൂടെ സംസാരിക്കും, ഓപ്പൺ തരാന്നേ ഉള്ളൂ. അത് ഓഫർ എപ്പോഴും ഓപ്പൺ ആണ്. ഇതിന് 1 വർഷം കഴിഞ്ഞാലും 2 ട്വിൻസനും കൂടെ വന്ന് ഫ്രണ്ടാണ്, നിങ്ങൾക്ക് 2 പേർക്ക് വരാം. എന്നിട്ട് അവർ അവസാന നിമിഷവും അവരെ ഇടയ്ക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, മറ്റവർ വരും എന്നുള്ള രീതി. ഞാൻ പറയാം അത് വേറെ, ആ ഡിബേറ്റ് വേറെയാണ്, അത് നമുക്കറിയാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവസാനം എന്തായി, അങ്ങനെയാണെങ്കിൽ LJ പറഞ്ഞു ഞങ്ങൾ നാളെ റൂം ഇടും. എന്താണ് ഇതേ ടോപ്പിക്കിൽ ഖുർആനെതിരായിട്ട് ഞങ്ങളുടെ ടോപ്പിക് റൂം ഇടും, നിങ്ങൾക്ക് വേണേ അവിടെ വാ. അവിടെ പോയിരുന്നത് എങ്ങനെ പറയും, 35 ആയത്താണ്, 35 ആരോപണമാണ് വെച്ചേക്കുന്നത്. അത് എങ്ങനെ നമ്മൾ പറയാനകത്ത് വെറുതെ കളിയാക്കി അത് ചെയ്ത് വിടുമെന്നല്ലാതെ നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് പോകാൻ ഉദ്ദേശിക്കില്ല. നിങ്ങൾ റൂമിലിട്ട് ഞങ്ങൾ വന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞ ഞങ്ങൾ റൂം ഇടാതിരിക്കാൻ അത് നമ്മുടെ ഇതുമായിട്ട് ബന്ധമില്ല. അതിനകത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഞങ്ങൾ പറയുന്ന ഓഫറിൽ LJ ക്ക് മാത്രം എന്നുള്ള ആ സ്റ്റാൻഡ് നിങ്ങൾക്ക് കിട്ടത്തില്ല അവിടെ. അത് വേറെ റൂമാണ് നമ്മൾ പറഞ്ഞത്. അത് എപ്പോൾ വേണമെങ്കിലും വാ, സമയം പറ, LJ ക്ക് വരാം. ഈ പ്രോഗ്രാമിൽ LJ ക്ക് മാത്രം എന്നുള്ള സമയം കിട്ടാതെ ഒരു സ്ഥലം സ്പേസ് ഞങ്ങൾ തരത്തില്ല. സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇത് ഒരു ജനറൽ പബ്ലിക്കാണ്. ഞങ്ങളത് ചെയ്യാതിരിക്കാൻ ഞങ്ങളുടെ ഇഷ്ടം. അതും ഇപ്പൊ LJ ആയിട്ട് സംസാരിക്കുന്നതായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്നലെ റൂം ഇട്ടു. ഒരു കോമഡി ഗ്രന്ഥം എന്നുള്ള പേര് വന്നുകൊണ്ട് ഇസ്ലാം കോമഡി ഗ്രന്ഥം തന്നെ സാലിം സ്വാമിക്ക് മറുപടി ചെയ്യുന്നു. സാലിം സ്വാമി ഇതിനകത്ത് പാർട്ടേ അല്ല, ഇത് എന്താണെന്നേ അറിഞ്ഞിട്ടില്ല ഇത്. എന്നിട്ട് ഇത്രയും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും അവരങ്ങനെ തന്നെ റൂം ഇട്ടു. ശരി, അപ്പം അതിനകത്ത് ഇട്ടിട്ട് 10-35 എങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് 2 പ്രസന്റേഷനിൽ ഞാൻ പറയാണ്. പിന്നെ അത് ഫുള്ള് നടക്കുന്നുണ്ട്, അതൊന്നും നമുക്ക് നോക്കാൻ വയ്യ. എന്നാലും അവരുടെ ഇപ്പൊ ക്ലെയിം എന്താണ്, ഇത് കോമഡി ഗ്രന്ഥമാണ് എന്നുള്ളതാണ് അവരുടെ ക്ലെയിം. അത് പൊളിച്ചാൽ മതി നമുക്ക്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് 1-2 വചനങ്ങൾ മാത്രം എടുത്തിട്ട് ഇത് കോമഡി ഗ്രന്ഥമാണോ അല്ല ഇത് ദൈവ ഗ്രന്ഥമാണ്. പക്ഷെ അവർ വെച്ച പ്രൂഫ്, തെളിവുണ്ടല്ലോ, അവര് ഇത് കോമഡി ആണെന്ന് കാണിക്കാൻ വെച്ച തെളിവ് അതേ വചനം വെച്ചിട്ടാണ് നമ്മൾ ദൈവിക വന്ന് തെളിയിക്കാൻ പോകുന്നത്. അവർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കോമഡിയാണോ ഇത് ദൈവികമാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. അപ്പം ജസ്റ്റ് ആ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് ജസ്റ്റ് കുറച്ചു നേരം ഒരു സയൻസിന്റെ ഒരു ബേസിക്സ് പറഞ്ഞാൽ മാത്രമേ പിന്നെ ഈ വചനം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട്
കുറച്ച് ഒരു സയൻസ് നമുക്ക് ഞാൻ പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്തോളാം. ഇപ്പം നമ്മുടെ കടലുണ്ട്, കടലില് ഷിപ്പ് ഫ്ലോട്ട് ആവാതെ മുങ്ങാതെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് മുകളിൽ തന്നെ, അത് ഫ്ലോട്ട് ആവില്ല. അതുപോലെ തന്നെ ഐസ്ബർഗ്സ്, ഐസിന്റെ ഷീറ്റ്സ്, അത് പൊങ്ങി തന്നെ നിൽക്കും. അല്ല ഒരു തടി കഷ്ണം കൊണ്ടിട്ടാലും അത് മുകളിൽ തന്നെ അത് പൊങ്ങും, താഴെ പോകത്തില്ല. അപ്പൊ അത് താഴെ പോവാതിരിക്കുന്നതിന് ഒരു സയൻസ് ഉണ്ട്, എന്തുകൊണ്ടാണ് അത് താഴെ പോവാത്തെന്നുള്ളത്. അത് പറയുന്ന പേരാണ് ബോയൻസി എന്ന് പറയും, അല്ലെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. അതെന്താന്ന് വെച്ചാൽ ഒരു ഫ്ലൂയിഡ്, എയറോ വാട്ടറോ എന്തെങ്കിലും തൽക്കാലം കടലിൽ തന്നെ എടുക്കാം. കടലിൽ നമ്മളൊരു സാധനം ഒരു തടി കഷ്ണം വെച്ച് കഴിഞ്ഞാൽ ആ തടി കഷ്ണം കുറച്ച് ഭാഗം അകത്ത് പോവും, കുറച്ച് ഭാഗം മുകളിലായിരിക്കും. അപ്പം താഴെ അത് മുങ്ങിയിരിക്കുന്നു, എത്രത്തോളം മുങ്ങിയിരിക്കുന്നോ അത് അപ്പൊ അത്രയും വോളിയം വാട്ടർ അവിടെ നിന്ന് തള്ളപ്പെടണം. ഒരു ഗ്ലാസിനകത്ത് ഒരു ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ എന്താവും, ആ എത്ര വോളിയം ഐസ് ക്യൂബ് താഴെ പോകുന്നു അത്രയും വെള്ളം പുറത്ത് പോകണം. അതാണ് എന്റെ കണക്ക്. അപ്പം ഇത് അതിനകത്ത് ഫ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വോളിയം വെള്ളം പോയോ അതിന്റെ വെയിറ്റിനനുസരിച്ചുള്ള ഒരു ഫോഴ്സ് താഴെ നിന്ന് മുകളിലോട്ട് തള്ളും അതിന്. അതാണ് ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഐസ് ക്യൂബ് ആണെങ്കിലും ഷിപ്പാണെങ്കിലും ആ ഷിപ്പ് അതിനകത്ത് മുങ്ങിക്കിടക്കുമ്പോൾ അത് എത്ര വെള്ളം അതിനെ അവിടെ നിന്ന് തള്ളിക്കളഞ്ഞോ ആ വെള്ളത്തിന്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് മോളി അതിനെ തള്ളും. അതുകൊണ്ടാണ് വെള്ളത്തിൽ കിടക്കുന്ന ഒരു സാധനത്തിന് വെയിറ്റ് കുറയുന്നത്. നമ്മളൊരു തടി കഷ്ണം കയ്യിൽ വെക്കുന്നതും വെള്ളത്തിൽ വെച്ച് അത് ഫ്ലോട്ട് ചെയ്യുമ്പോൾ അതിന് വെയിറ്റ് കുറഞ്ഞ പോലെ നമുക്ക് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ താഴെന്ന് ആ വെള്ളം ഇതിനെ മുകളിലോട്ട് തള്ളും. അപ്പം ഈ താഴോട്ടുള്ള തള്ളെന്ന് പറയുന്നാൽ ഇതിന്റെ വെയിറ്റ്, എന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയാലോ. വെയിറ്റ് നമ്മൾ ഒരു 5 കിലോ തൂക്കി കഴിഞ്ഞാൽ അതിനൊരു തള്ളുണ്ടല്ലോ താഴോട്ട്. ആ തള്ളാണ് ഈ തടി താഴോട്ട് തള്ളുന്നത്. അതിന് പകരമായിട്ട് അതും ഒരു തള്ള അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അത് രണ്ടും ഒരു ഈക്വൽ ആകുമ്പോൾ ഒരു സ്ഥാനത്തപ്പോഴാണ് അതങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നത്. അതിന് ഇതിന്റെ സാന്ദ്രത ഒരു ഫാക്ടറാണ്. വെള്ളത്തിന്റെയും ഈ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ അതിന്റെയും സാന്ദ്രത അത് കൂടി, ഇതിനെക്കാട്ടി വെള്ളത്തിനെക്കാട്ടി കൂടിയാൽ സാന്ദ്രത കൂടിയാൽ ഡെൻസിറ്റി കൂടിയാൽ ഇത് താഴെ മുങ്ങിപ്പോകും. അതേസമയം മോളിൽ കിടക്കുന്നത് സാന്ദ്രത ഡെൻസിറ്റി കുറഞ്ഞാണെങ്കിൽ അത് അതിനകത്ത് പൊങ്ങി കിടക്കും. അപ്പം ഷിപ്പ് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയാണെങ്കിലും അത് ഹോളോ ആക്കും. സെൻട്രൽ എയർ ആണത്. അത്രയും വലിയ ഷിപ്പാണെങ്കിലും ഇടയ്ക്ക് എയർ ആയതുകൊണ്ട് അതിന്റെ ടോട്ടൽ ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റിയെ കാട്ടി കുറവായിരിക്കും. അതുകൊണ്ട് അത് പൊങ്ങി കിടക്കും. അതേസമയം ആ ഷിപ്പിനകത്ത് ആ എയറിന് പകരം വെള്ളം കയറിയാൽ അതിന്റെ ഡെൻസിറ്റി കൂടും, അതുകൊണ്ട് ഷിപ്പ് മുങ്ങും. അപ്പം ഇതാണ് എന്താണ് ബോയൻസി എന്ന് പറയുന്നത്, ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ താഴെ അത് എത്ര ഫ്ലൂയിഡിനകത്ത് പോകുന്നോ ആ ഫ്ലൂയിഡ് അവിടെ നിന്ന് തള്ളും, അതിന്റെ വെയിറ്റും കുറയും. ഇത് ഒരു സംഭവമാണ്. ഈ പ്രിൻസിപ്പിളിലാണ് ഷിപ്പ് അതിനകത്ത് നിൽക്കുന്നതും ഐസ്ബർഗ്സ് ഫ്ലോട്ട് ചെയ്യുന്ന എല്ലാ സാധനവും നിൽക്കുന്നത്. ഇത് നമ്മൾ മനസ്സിൽ വെച്ചേക്കാം ബോയൻസി എന്താണെന്ന്. അടുത്തത് ഭൂമിയിലേക്ക് വരിക. ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ഈ ഭൂമി നമുക്ക് ഇപ്പൊ നമ്മള് കാലൊക്കെ നമ്മൾ ചവിട്ടി നിൽക്കുന്ന സ്ഥലം അത് മണ്ണും എന്താണ് റോക്ക്, പാറയൊക്കെ ഉള്ള ഒരു സാധനമാണ് ആ ഭൂമിയുടെ ഫസ്റ്റ് ഈ ലെയർ എന്ന് പറയുന്നത്. പക്ഷെ ഇത് അങ്ങോട്ട് അകത്ത് പോകും തോറും ഇങ്ങനെയല്ല, അതിന്റെ ഘടന മാറി വരും. അതിനകത്തുള്ള മണ്ണും റോക്കിന്റെയും കാര്യങ്ങൾ മാറി വരും. അതിന്റെ ഘടന മാറുന്നതനുസരിച്ച് ഒരു മേജറായിട്ട് ഒരു 3 തരംതിരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലുള്ളതിനെ ക്രസ്റ്റ് എന്ന് പറയും. ഉള്ളിത്തോട് പോലെ മുകളിലുള്ളത് ഒരു തോടില്ല, ആ തോട് തൊലിച്ച് കഴിഞ്ഞാൽ അടുത്ത തോട് തൊലിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ അതിനെ ക്രസ്റ്റ് എന്ന് പറയും. അതിന്റെ താഴെ ഉള്ളതിന് മാന്റിൽ എന്ന് പറയും. അതിന്റെ താഴെ ഉള്ളതിന് കോർ. ഇത് ബ്രോഡായിട്ടുള്ളത്. ഇതിനെ പിന്നെ സബായിട്ട് ഡിവൈഡ് ചെയ്യാം, അത് വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാണ്. അപ്പം ഇതില് ക്രസ്റ്റ്, മാന്റിൽ, കോറ്. ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഉള്ളതിൽ തന്നെ വളരെ തിക്നെസ് കുറഞ്ഞതാണ്. അതിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഉള്ളിത്തൊലിയുടെ പുറത്ത് ഏറ്റവും ഫസ്റ്റ് തൊലി ഉണ്ടല്ലോ നൈസായിട്ട്, അത്രയും കൂട്ടിയാൽ മതി. മൊത്തം ഏർത്ത് ഒരു പന്ത് പോലെ അല്ലെങ്കിൽ ഉള്ളി പോലെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടെന്നീസ് ബോൾ പോലെയാണെന്ന് വിചാരിച്ചു. ടെന്നീസ് ബോൾ കളിച്ചവർക്ക് അറിയാൻ പറ്റും. അതിന്റെ പുറത്തൊരു പച്ച കോട്ടിങ് മുടി പോലെ കാണും. അത് കഴിഞ്ഞ് അത് കളിച്ച് കീറിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ അകത്തൊരു സാധനം ഉണ്ട്, അത് ബ്രൗൺ കറുപ്പ് കളറിൽ കാണാതെ. അപ്പൊ അത് ചെറിയ കോട്ടിംഗ് ആണ്, പക്ഷെ അതിന്റെ വലുത് അകത്ത് വലുതാണ്. അത് ഒട്ടിച്ച് വെച്ചിരിക്കുക ക്രസ്റ്റ്. അതേപോലെ ഉള്ളു ഈ ഉള്ളിത്തിലയുടെ ഒരു ഈ സൈസിലെ ഉള്ളു ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ചെറിയ തിക്നെസ് ഉള്ളതാണ്. അതിന്റെ താഴെയാണ് മാന്റിൽ എന്നുള്ളത്. ഇതിപ്പോ നമുക്കിത് സോളിഡ് ആണ്. മുകളിലുള്ളത് സോളിഡ് ആണ്, നല്ല കാലാവസ്ഥയിലുള്ള ഒരു സാധനമാണ് ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത്. താഴെ പോയി കഴിഞ്ഞാല് മാന്റില് 2 രീതിയിലുണ്ട്. മാന്റിലിന്റെ അകത്ത് പോകും തോറും ചൂട് കൂടി വരും. അത് ആ റോക്ക് തന്നെയാണ്, പക്ഷെ ചൂട് കൂടുന്നുണ്ട്. അത് മോൾട്ടൻ സ്റ്റേജിലാവും. എന്താണ് ഒരു ഫ്ലൂയിഡ്, സെമി ഫ്ലൂയിഡ് പോലെ വരും. ഈ മാന്റിലിന്റെ തന്നെ ഏറ്റവും മുകളിലുള്ള അസ്തനോസ്ഫിയർ എന്ന് പറയും. അത് ഈ താറൊക്കെ ഉരുക്കി എങ്ങനെ ഇരിക്കും? താർ ഉരുക്കിയാല് അല്ലെങ്കിൽ ഒരു കുഴ വെള്ളം പോലെ അല്ല, കടലിലെ വെള്ളം പോലെ അല്ല, അല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ ഒരു വഴവഴപ്പുള്ളത് ബബിൾ കം ഒക്കെ പോലെ എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്ന് വിട്ടുകൊടുക്കും. അത് മാറി അങ്ങ്
ഇരുന്ന് കൊടുക്കും. അത്രയ്ക്ക് അങ്ങനെയുള്ള ഒരു സെമി ഫ്ലൂയിഡ് ടൈപ്പിലാണ് ഈ മാൻഡിലുള്ളത് താഴെ. അപ്പൊ അത് ചൂട് കൂടിയതും അങ്ങോട്ട് പോകുന്നതോറും ചൂട് കൂടി റോക്ക് നല്ല തിളച്ചിരിക്കും, നല്ല ടെമ്പറേച്ചറിലായിരിക്കും ഈ മാൻഡിലിന്റെ താഴെയുള്ള ഭാഗങ്ങൾ. അപ്പൊ ഇത് ഒരു ഫ്ലൂയിഡ് പോലെയുള്ള സെമി ഫ്ലൂയിഡ് ആണ് മാൻഡിൽ. അപ്പൊ നമ്മൾ ഏറ്റവും മുകളിലുള്ളത് ഇതില്ല, നല്ല കട്ടിയുള്ള സാധനം. അപ്പം മുകളിൽ ക്രസ്റ്റും താഴെ മാൻഡിലുമാണ്. അപ്പം ഇത് നിങ്ങൾ നോക്കുക, അതൊരു ഫ്ലൂയിഡ് ടൈപ്പിലാണുള്ളത്, അത് ഓർത്ത് വെക്കുക. ഈ രണ്ട് കാര്യം ഓർത്തു കഴിഞ്ഞാല് പിന്നെ ഇത് ആദ്യം ഞാൻ ഇത് പറഞ്ഞു, കടലിന്റെ പറഞ്ഞു, ഇപ്പം ഭൂമിയുടെ ഘടന പറഞ്ഞു. ഇനി പർവ്വതങ്ങളെ കുറിച്ച് പറയാം. പർവ്വതങ്ങള് അതല്ല, ഭൂമിയെ കുറിച്ച് തന്നെ പറയാം. ഇത് എന്നിട്ട് ഇത് ഈ ക്രസ്റ്റ് ഉണ്ടല്ലോ, ഏറ്റവും മുകളിലുള്ള പോർഷൻ, ഏറ്റവും താഴെ മുകളിലുള്ള ആ പോർഷൻ എന്താന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് പോർഷൻ അല്ല. അത് വന്നിട്ട് പല പല ഫ്രാഗ്മെന്റ്സ് ആയിട്ട്, പല പല തുണ്ടുകളായിട്ടാണ് കിടക്കുന്നത്. തുണ്ടുകളായിട്ട് പല പല പോർഷൻസ് ആയിട്ട്. ഇപ്പൊ നമ്മൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പം ഇന്ത്യ എന്നുള്ളത് ഏഷ്യ എന്നുള്ള ഒരു കോണ്ടിനെന്റ് ആണ്. പിന്നെ അപ്പുറത്തുള്ളത് യൂറോപ്പ്, അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ എന്നുള്ള ഒരു പീസ് ആയിട്ട് കിടക്കുന്നതാണ്. അത് ഇടയ്ക്കെല്ലാം വെള്ളവും ഈ കരയിലുള്ള സാധനങ്ങളൊക്കെ പലയിടത്തായിട്ട് കിടക്കുകയാണ്. ഇത് എന്ത് പറയുന്നതെന്ന് വെച്ചാല് ഇതെല്ലാം കൂടെ ഒരു കാലത്ത് ഒന്നായിരുന്നു എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ കരയുടെ സാധനങ്ങളൊക്കെ, കരയുള്ള സ്ഥലങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത്. അത് കാലം എത്രയോ മില്യൺസ് വർഷം മുമ്പ്. ആ കാലക്രമേണ പതുക്കെ ഇത് വിട്ട് പോയി, ഓരോന്ന് വിട്ട് പോയി. ഈ പല പല സ്ഥലത്ത് ഇതിന്റെ പുറത്തുകൂടെ ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ല, ഈ താഴെ ഉള്ളത് ഒരു സെമി ഫ്ലൂയിഡാന്നുള്ളത്. അപ്പം ഈ മുകളിലുള്ള ക്രസ്റ്റ് എന്ന് പറയുന്നത് ഈ താഴെയുള്ള ആ താറ് പോലുള്ള സാധനത്തിനകത്ത്, അതായത് മുങ്ങിക്കിടക്കുകയാണ്. ഈ എങ്ങനെയാണോ ഒരു ഷിപ്പ് വെള്ളത്തിൽ മുങ്ങുന്നത് അതേപോലെ, അല്ലെങ്കിൽ ഒരു ഐസ്ബർഗ് എങ്ങനെയാണോ കടലിൽ മുങ്ങിക്കിടക്കുന്നത് അതുപോലെയാണ് ഈ ടോപ്പ് പോർഷനുള്ള ക്രസ്റ്റ് ഇതിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കാണ്. മുങ്ങിയല്ല, ജസ്റ്റ് ഫ്ലോട്ടിംഗ് ആണ്. രണ്ടും തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുകയല്ല. അത് ജസ്റ്റ് അതിന് ഗ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും. ഇതിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് പോകാൻ പറ്റും. ഈ സാധനങ്ങൾ ഈ കോണ്ടിനെന്റ്സിന് ഈ കരയ്ക്ക് ഇതിന്റെ മുകളിൽ നിന്ന് ഗ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും. അതിനകത്ത് മുങ്ങി കിടക്കുന്നുണ്ട്, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പം ഈ കോണ്ടിനെന്റ്സ് ഈ 1920 ആ ഏരിയ റീജിയനിലാണ് വാഗ്നർ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ സയന്റിസ്റ്റ്. അയാള് ജിയോളജിസ്റ്റ് ആണ്, സയന്റിസ്റ്റ് അല്ല, സോറി, ജിയോളജിസ്റ്റ് ആണ്. അയാൾ ഇത് നോക്കിയപ്പോ ഇപ്പം സൗത്ത് അമേരിക്കയുടെ ആ ഇന്ന് കിടക്കുന്ന കോണ്ടിനെന്റും ആഫ്രിക്കൻ കോണ്ടിനെന്റും രണ്ട് സൈഡും അടുത്തടുത്ത ഫേസിങ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് അതിനകത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ലിങ്ക് ആവുന്നതൊക്കെ ഇരിക്കുന്നത്. ഇപ്പൊ ഈ പിള്ളേർ പസിൽ കളിക്കത്തില്ല. ഇപ്പൊ ഒരു കുതിരയുടെ പടം ഉണ്ടെങ്കിൽ അതിന്റെ തലയും പാലും അതിന്റെ ശരീരവും കാലും ഒക്കെ വേറെ വേറെ ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആകാൻ പറ്റും. അതിന്റെ ബോഡി എടുത്തിട്ട് അതിന്റെ കാല് കറക്റ്റ് ആയിട്ട് കാലിന്റെ സ്ഥലത്ത് ഫിറ്റ് ആവും. തല കൊണ്ടുവന്ന് ഫിറ്റ് അത് അങ്ങനെ രൂപമാക്കി എടുക്കാൻ പറ്റും. പസിൽ, പിള്ളേർ കളിക്കുന്ന പസിൽ. അതുപോലെ ഇത് എവിടെയെല്ലാം ഇങ്ങനെ വി ഇസഡും ഒക്കെ ആയിട്ട് ഇരിക്കുന്നെങ്കിൽ അതേപോലെ അപ്പുറത്തത് അതേ വി ഇസഡ് ഇവർ രണ്ടും തമ്മിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തമ്മിൽ ചേർക്കാൻ പറ്റും. അപ്പൊ അയാളാണ് ഇത് ആദ്യമായിട്ട് 1920 പറഞ്ഞത്. ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മളിപ്പോ കാണുന്ന കണക്കല്ല, ഇതെല്ലാം ഒന്നിച്ചുണ്ടായിരുന്നു. ഭൂമി എന്ന് പറഞ്ഞാൽ കരയുടെ ഭാഗം എല്ലാം ഒരു സമയത്ത് ഇത് ചേർന്നിരുന്നതാണ്. അതിന് അയാൾ ഒരു പേരും പറഞ്ഞു, എന്താ ഒരു പേര്, സൂപ്പർ കോണ്ടിനെന്റ് എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കുന്നുള്ള ഒരു പേരും പറഞ്ഞു ഇത് ഒന്നിച്ചിരുന്നതാണ്. പിന്നീടാണ് ഇതിൽ നിന്ന് വിട്ടുമാറി വന്നത്. അപ്പൊ ആ സമയത്ത് ആൾക്കാരെല്ലാം ചിരിച്ചെന്നാ പറയുന്നത്. അതുപോലെ ഇതിനകത്ത് ചിലർ പറയുന്നത് 1800 തന്നെ ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു തിയറി അയാൾ വെച്ചത് ഈ ഒന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് ആൾക്കാർ കോമഡിയാണ് ചിരിച്ചു. ഇപ്പൊ നമ്മുടെ ആൾക്കാർ ചിരിക്കുന്നില്ല ഇവിടെ സാപ്പിയൻസില്, ഖുറാനിലെ കോമഡി ഒന്നും ചിരിച്ചില്ലേ, അതേപോലെ. അപ്പം അന്ന് അത് അത്ര കാര്യം. ഇയാൾ ആ മാപ്പിന്റെ ഇത് വെച്ചിട്ടും പിന്നെ ഫോസിൽസ് എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പിലുള്ള ജീവികൾ. ഇപ്പം ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും രണ്ട് സ്ഥലത്തിന്റെ ആ എഡ്ജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവിയുടെ സ്കെൽറ്റൻ കിട്ടുന്ന നടക്കുന്ന അതേ ജീവിയുടെ സ്കെൽറ്റൻ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ജീവി ഇത്ര ദൂരം കടലിൽ ട്രാവൽ ചെയ്ത് ഇപ്പുറത്ത് വരാൻ ചാൻസ് ഇല്ല. ഇപ്പുറത്തും അപ്പുറത്ത് അങ്ങോട്ട് പോകാനോ ഒരു ചാൻസും ഇല്ല. അപ്പോൾ ആ തിയറി അതാണ് തെളിവ് അയാൾ വെച്ചത്. അപ്പൊ ഇത് തമ്മിൽ ചേർന്നിരുന്നാൽ മാത്രമേ ഈ ഒരേ ടൈപ്പുള്ള റെപ്റ്റൈൽസ് അവിടെയും ഇവിടെയും ഈ രണ്ട് ലാൻഡ് മാസിലും ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ എന്നുള്ള അനുമാനത്തിലാണ് അദ്ദേഹം അത് വെച്ചത്. അതിന് പേര് വെച്ചത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. ഈ വാക്കുകൾ നിങ്ങൾ സൂക്ഷിക്കുക. ബോയൻസി എന്നുള്ളതും ഞാൻ പറയുന്ന കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്നുള്ള പേരും കറക്റ്റായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പതുക്കെ മൂവ് ചെയ്യുക എന്നുള്ളത്. ഡ്രിഫ്റ്റ് ചെറിയ മൂവ്മെന്റ്, ലൈറ്റ് മൂവ്മെന്റ് ആണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് പറഞ്ഞപ്പോ അന്ന് ആൾക്കാരെ അയാളെ കളിയാക്കി. പക്ഷെ ഒരു 50 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ തന്നെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത മറ്റൊരു തിയറിയാക്കി വേറെ ജിയോളജിസ്റ്റ് ഇതിനെ മുന്നോട്ട് വെച്ചു തിയറി. അതിനെയാണ് ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞത് ഇത് ഒറ്റ മാസല്ല, ഇത് ഭൂമി ഈ പല 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 പ്ലേറ്റുകൾ 20 അതിന് വലിയ പ്ലേറ്റുകളും കൊച്ചു പ്ലേറ്റുകൾ പലതും കൂടി തമ്മിൽ ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഘടനയിലനുസരിച്ച് ഈ പ്ലേറ്റുകൾ നിരന്തരം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അത് ഒരു വർഷത്തിൽ 2 സെന്റിമീറ്റർ മാക്സിമം മൂവ് ചെയ്യും. ആ ഒരു സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. 2 ഇങ്ങനെ മില്യൺസ് ഓഫ് ഇയറിൽ മൂവ് ചെയ്താണ് ഇന്ന് നമ്മളെല്ലാം ഇതെല്ലാം കോണ്ടിനെന്റ് വൻകരകളും ഒന്നിച്ചിരുന്നത് മാറി 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 ഇത്രയും ദൂരമായിട്ട് ഇടയ്ക്ക് കടലിന്റെ കടൽ കയറിയത്. ഇതിനകത്ത് ഇപ്പോഴും ഇന്ത്യയുടെ നിൽക്കുന്ന കോണ്ടിനെന്റൽ ബെൽറ്റ് എന്ന് പറയുന്നത് യുറേഷ്യ ആയിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന സാധാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇയാളാണ് ആദ്യമേ അത് പറഞ്ഞത്. അത് കഴിഞ്ഞ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നുള്ള രീതിയിൽ ഇത് മൂവ് ചെയ്യുന്നു. ഭൂമിയുടെ ഉപരിതലം ആ ക്രസ്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നു. മൂവ് ചെയ്യുന്നത് മാത്രമല്ല, ഇത് അടിയിലുള്ള മാൻഡിൽ ആ സെമി ഫ്ലൂയിഡിനകത്ത് അതിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്, പൊങ്ങി കിടക്കുകയാണ്. അതിനകത്തൂടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവം ഈ അടുത്ത കാലത്ത് 1980-1980കളിലാണ് ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നുള്ള ടെർമിനോളജി വന്നതും അതിനെക്കുറിച്ചുള്ള ആ സ്റ്റഡികളൊക്കെ പിന്നെ കൂടുതലായിട്ട് നടക്കാൻ തുടങ്ങിയത്, ഇത് മൂവ് ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോഴാണ് ഈ മലകൾ ഉണ്ടാകുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ ഈ പ്ലേറ്റ്സുകൾ തമ്മിൽ മൂവ് ചെയ്ത് രണ്ടും തമ്മിൽ തട്ടുമ്പോ രണ്ടിന്റെയും ആ ഓരം ഉടയും. ഇപ്പൊ 2 കാർ ഇടിച്ചു കഴിഞ്ഞാൽ രണ്ടിനെ ബമ്പർ ഇടിഞ്ഞ് പപ്പടം പോലെയായി രണ്ടും മോളിൽ പോകുന്ന കണക്ക് ഇത് രണ്ടും ഇടിച്ചു കഴിഞ്ഞാൽ ഇടിച്ചിട്ട് രണ്ടിന്റെയും സൈഡ് ക്രംബിൾ ആയിട്ട് ഇതങ്ങ് പൊങ്ങി W തിരിച്ചിട്ട് കണക്ക് പൊങ്ങി താന്നും ആവും. അതാണ് മലകൾ എന്ന് പറയുന്നത്. ഹിമാലയസ് എല്ലാം ഈ ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് തട്ടിയിട്ടുണ്ടായതാണ് ഹിമാലയസ്. ആദ്യകാലങ്ങളിൽ ഈ മൗണ്ടൻസ് ഇല്ല. ഇത് ഖുറാനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 6 ദിവസം എടുത്തെന്ന് പറയും. അതിനകത്ത് 2 ദിവസം ഭൂമിയിൽ സംവിധാനങ്ങൾ ചെയ്യാൻ ഞാൻ എടുത്തു എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് നമ്മുടെ ടോപ്പിക് അല്ല, അത് ഞാൻ പറയാണ്. ഭൂമിക്ക് മാത്രം 2 ദിവസം എക്സ്ട്രാ എടുക്കും ഇവിടെ ആ സംവിധാനം ചെയ്യാനായിട്ട്. അപ്പൊ ഓക്കെ, അതിനകത്ത് ഇതെല്ലാം പെടുന്നു കൂടിയോ. ലൈഫ് നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ മൗണ്ടൻസ് വരണം. ഇന്ന് മലകളുടെ പ്രാധാന്യം അതുണ്ടെങ്കിൽ മഴ ഉണ്ടാവും, വെജിറ്റേഷൻ ഉണ്ടാവും, റിവേഴ്സ് ഉണ്ടാവും, ഇങ്ങനെ പലതും ഉണ്ട്. അത് വേറെ ടോപ്പിക്കാണ്, നമ്മളത് എടുക്കുന്നില്ല. ഞാൻ പറയാം. എന്നാലും ആ 2 ദിവസം കൂടുതലായിട്ട് എർത്തിൽ ഭൂമിയിലുള്ള ജീവിതത്തിലുള്ള സംവിധാനത്തിന് എടുത്തു എന്നുള്ളത് കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പം അങ്ങനെയാണ് മൗണ്ടൻസ് ആദ്യമേ ഇല്ലായിരുന്നു. പിന്നെ ഇത് തട്ടുമ്പോഴാണ് ഇങ്ങനെ ഹിമാലയാസ് എന്നുള്ള ഒരു മൗണ്ടൻസ് ഉണ്ടായത്. അതിന് 9 കിലോമീറ്റർ ഹൈറ്റ് ആണ് ഏകദേശം. ഞാൻ പറയുന്നത് 9 കിലോമീറ്റർ പൊക്കത്തിലാണ് ഹിമാലയാസ് നിൽക്കുന്നത്. ഈ എവറസ്റ്റ് ഏറ്റവും വലുതാണെന്ന് അറിയാമല്ലോ. അപ്പൊ ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് ഈ കോണ്ടിനെന്റ്സ് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ അടുത്ത കാലത്ത് മാത്രമാണ് അതിന്റെ ആധികാരികമായ ഒരു കൺഫർമേഷൻ കിട്ടുന്നത്, ഇത് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്? ചുമ്മാ മൂവ് ചെയ്യത്തില്ലല്ലോ. അപ്പം ഇത് താഴെയുള്ള ആ മാഗ്ന അല്ലെങ്കിൽ ആ ക്രസ്റ്റിനകത്ത് മാൻഡിലിനകത്ത് പൊങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഈ മാൻഡിൽ തന്നെ മാൻഡിലിന്റെ അകത്ത ഭാഗം ഭയങ്കര ചൂടുള്ളതും മോൾ ഭാഗം ചൂട് കുറഞ്ഞതായിരിക്കും. താഴെ ഞാൻ നേരത്തെ പറഞ്ഞത് മുകളിലുള്ളത് ടെമ്പറേച്ചർ കുറഞ്ഞതായിരിക്കും, താഴെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതെല്ലാം റോക്സ് തന്നെയാണത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ ചൂടാകുമ്പോഴത്തേക്ക് ഏത് സാധനവും വെയിറ്റ് കുറയാൻ പുറത്ത് മുകളിൽ വരും. അത് കൺവെക്ഷൻ ഉള്ളത് എല്ലാവർക്കും അറിയാം. വെയിറ്റ് കൂടുന്നത് ചൂടുവെള്ളം മുകളിലോട്ട് പോയും താഴത്ത് വെയിറ്റ് കൂടിയത് താഴെ വരും എന്നുള്ളത് നമുക്കറിയാം. ഈ ചൂട് കൂടിയത് മുകളിലോട്ട് വരും. ഈ റോക്സ് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും മുകളിൽ തണുത്തായിരിക്കുമേ, അത് താഴെ വരും. നിങ്ങൾ മനസ്സിൽ കൂട്ടണമെങ്കിൽ ഒരു കൈ വെച്ചിട്ട് ഒരു 0 വരയ്ക്കുക. ആന്റി ക്ലോക്ക് വൈസിൽ ഒരു 0 വരയ്ക്കുക. ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങി വരിക. ഈ ചൂടാവുന്ന സാധനം മുകളിലോട്ട് വരും. മുകളിലെ അത് വന്ന് തടുക്കുമ്പോഴത്തേക്ക് പിന്നെയും തിരിച്ച് താഴെ വരും. അത് അപ്പൊ നിങ്ങൾ ലെഫ്റ്റ് കൈ വെച്ച് ഒരു 0 വരയ്ക്കുക. അതേപോലെ അത് ആന്റി ക്ലോക്ക് വൈസ് വരയ്ക്കുക. വലുത് കൈ കൊണ്ട് ഇതേപോലെ അപ്പുറത്തൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരയ്ക്കുക. ഇങ്ങനെ കൈ 0 ഇങ്ങനെ വലിയൊരു 0 ക്ലോക്ക് വൈസിൽ. ക്ലോക്ക് വൈസിൽ എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിൽ പോകുന്നു, തിരിച്ച് സൈക്കിൾ പോലെ തിരിച്ചു സൈക്കിളിന്റെ പെടലിൽ കറങ്ങുന്ന പോലെ മുകളിൽ പോയിട്ട് ഈ മോൾട്ടൺ റോക്സ് താഴെയുള്ള ആ മോൾട്ടൺ റോക്സിന്റെ കൺവെക്ഷൻ കറണ്ട് എന്ന് പറയുന്നത് താഴെ നടക്കുന്നത്. ഇത് 2 സൈഡിൽ കൂടി ഇങ്ങനെ ഇത് കറങ്ങുന്നുണ്ട്. ഇതിന്റെ തള്ളൽ കൊണ്ടാണ് ഈ കോണ്ടിനെന്റ്സ് ഡ്രിഫ്റ്റായി പോകുന്നത്, മാറുന്നത്. ഈ ഇങ്ങനെ ചൂട് താഴത്തെ 2 സൈഡിൽ കൂടെയും ഇങ്ങനെ ചൂട് മുകളിൽ വരിക, ഇങ്ങനെ കറങ്ങി വരുമ്പോൾ താഴത്തെ കുഴപഴാന്നിരിക്കുന്ന സാധനം 2 ഡയറക്ഷനിൽ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഇത് രണ്ടും ഒരു ഫോഴ്സ് ഈ മുകളിലുള്ള ക്രസ്റ്റിൽ വരുത്തിയിട്ടാണ് ഇതിനെ പതുക്കെ തള്ളുന്നത്. അങ്ങനെയാണ് ഇത് മൂവ് ചെയ്ത് പോകുന്നത്. അതാണ് ഇതിന്റെ ആ പ്രിൻസിപ്പിൾ. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് സംഭവം കാര്യത്തിലോട്ട് വരാം. ഇനി ഒന്നും കൂടെ പറയാനുള്ളത്, ഈ മല നമ്മൾ നോക്കുമ്പോൾ മുകളിൽ നല്ല പൊങ്ങി നിൽക്കുന്ന കണക്ക് നമുക്ക് തോന്നും, ഭയങ്കര ഹൈറ്റ് ആണെന്നുള്ളത്. പക്ഷെ ഇതിന്റെ സംഭവം എന്താന്ന് വെച്ചാല് എത്ര പൊങ്ങി നിൽക്കുന്നോ അതിന്റെ 10ഓ 15ഓ മടങ്ങ് അത് താഴെ അതിന് വേരുണ്ടെന്നാണ് പറയുന്നത്. മൗണ്ടൻ റൂട്ട്സ് ആണെന്ന് പറയുന്നത്. ഇപ്പൊ ഹിമാലയത്തിന് 9 കിലോമീറ്റർ ആണ് മുകളിലോട്ട് നിൽക്കുന്നത്, ഭൂമിയിലെ ഏറ്റവും വലിയ ഹൈറ്റ് ആണെന്ന് പറയുന്നത്. താഴെ 175 എന്നും പറയുന്നത് 250 കിലോമീറ്റർ താഴെ അതിന് വേരുണ്ടെന്ന് പറയുന്നത്, താഴെ മൗണ്ടൻ റൂട്ട്സ്. ഇതും ഈ അടുത്ത കാലത്ത് മാത്രം വന്ന ഒരു ഇതാണ് മൗണ്ടന്റെ ആ റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി
അവർ കോമഡി ആയിട്ട് പറഞ്ഞ ആയത്തുകൾ എടുക്കണം ഓരോന്നോരോന്ന്. ഫസ്റ്റ് അവർ പറയുന്ന കോമഡി ആയത്ത് മലകളെ ആണിയാക്കി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഭജന അറിയാൻ നമ്പർ ഉണ്ടെങ്കിൽ എടുക്ക്. ഞാൻ പറയാം 16-15 അത് പറയുന്നുണ്ട് മലയെ നമ്മൾ ആണികളായിട്ടാണ് ആക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതാണ് കോമഡി, ഫസ്റ്റ് കോമഡി. ഒറ്റ മിനിറ്റ് താഴെ. ഓക്കെ വന്നു. ഓക്കെ. അപ്പം ആണികളാണ് പറഞ്ഞേക്കുന്നത്. ഉടനെ അതൊരു തമാശയാണ്. ഇതെന്താണ് ഇത് ആണി എന്ന് പറയുന്നത്, ഇത് ആണിയാണോ എന്നുള്ള രീതിയിൽ ഒരു വല്ലാത്ത ചിരിയും ഇതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട്സിനെ കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അവർ കളിയാക്കുന്നത്. ഇത്രയും 9 കിലോമീറ്റർ ഉള്ളതിന് താഴെ 125 അല്ലെങ്കിൽ 250 കിലോമീറ്റർ താഴെ വേറെ ഉള്ളതിന് പിന്നെ ആണി എന്ന് പറയുന്നതിന് എന്തോ പറയേണ്ടത്? ഇതെങ്ങനെ പ്രവാചകൻ പറഞ്ഞു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കിയിട്ട് പറയാനാണെങ്കിൽ മുകളിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു ടവറോ അല്ലെങ്കിൽ ഭൂമിയിൽ വേറെ എന്തെങ്കിലും ഒരു മരം പോലെയാണ് ഇത് എന്ന് പറയണം. മലകൾ എന്ന് പറയുന്നത് ഒരു മരം പോലെയാണ് അങ്ങനെയെന്ന് പറയണം. താഴെ റൂട്ട്സ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ 21-ാം നൂറ്റാണ്ടിലാണ്. ഇത്രയും ഡീപ്പ് റൂട്ട്സ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ട് പെഗ് അല്ലെങ്കിൽ ഒരു കുറ്റി അടിച്ചാൽ ആണി അടിച്ചാൽ അതിന്റെ ചെറിയ ഭാഗമേ പുറത്ത് കാണും, ബാക്കിയെല്ലാം അകത്താണ്. ഒരു കുറ്റി അടിച്ചാലും അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ കുറ്റിയെല്ലാം ഒരു 2/3 അകത്ത് പോകും, ഒരു താഴെ അത് പോകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ മോളിൽ കാണുന്നതിലും എത്രയോ ഇരട്ടി താഴെ ഉണ്ട് എന്ന് പ്രവാചകൻ എങ്ങനെ പറഞ്ഞു? നിങ്ങൾക്ക് പോലും അത് കോമഡി ആയിട്ട് തോന്നുന്നു. അത് എങ്ങനെയാണെന്ന് പറയാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് പെഗ്സ് എന്ന് പറഞ്ഞാൽ ആണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഇരുന്ന് ചിരിക്കുന്നു. പക്ഷെ അതാണ് സയൻസ് പറയുന്നത്. ഈ 21-ാം നൂറ്റാണ്ട് ഇരുന്നിട്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്. ആ കോമഡി ആർക്കാണ്? നിങ്ങൾക്കെതിരെ തന്നെ ചിരിക്കുകയാണത്. ചിരിക്കുക മാത്രമല്ല, ഇത് ദൈവികമാണെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പം ഇതെങ്ങനെ പ്രവാചകൻ പറഞ്ഞു? ഇതിന്റെ നിങ്ങൾ കാണുന്നതിനും എത്രയോ മടങ്ങ് താഴെ ഉണ്ട് എന്നല്ല എന്റെ അർത്ഥം. അതെങ്ങനെ പ്രവാചകന് പറയാൻ പറ്റും? നിങ്ങൾക്ക് പോലും അപ്ഡേറ്റ് അല്ല. നിങ്ങൾ സയൻസിലെ ആൾക്കാരല്ലേ. നമ്മളെ പോലെ ആൾക്കാരാണ് പോട്ടെന്ന് വയ്ക്കാം. നിരീശ്വരവാദികളാണ് സയൻസിന്റെ പുസ്തകം എടുത്തു വെച്ചിരിക്കുന്നത്. അതിനകത്തിരിക്കുന്ന എക്സ് മുസ്ലിംസും ഉണ്ട്, അല്ലാത്ത സയന്റിസ്റ്റുകളെല്ലാം അതിനകത്ത് ഇരിപ്പുണ്ട്. അവർ പറഞ്ഞോളൂ ഇല്ലല്ലോ ഇത് കറക്റ്റ് ആണ്. ലേറ്റസ്റ്റ് സയൻസ് അനുസരിച്ച് മൗണ്ടൻസും റൂട്ട് ഉണ്ട്, അത് ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നുണ്ട് എന്നാരും അവിടെ കറക്റ്റ് ചെയ്യാത്ത എന്താ അത്? അപ്പൊ നിങ്ങൾക്കില്ലാത്തൊരു നോളേജ് 6-ാം നൂറ്റാണ്ടോ അല്ലെ 7-ാം നൂറ്റാണ്ടില് ജീവിച്ചിരുന്ന ആ ഒരു മനുഷ്യൻ എങ്ങനെ പറയും അത് ദൈവികം അല്ലെങ്കിൽ? ദൈവികം അല്ലാതെ വേറെ ഓപ്ഷൻ അതിനകത്ത് ഇല്ല. അത് ഒരാൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ ചിരിക്കുന്ന ആയത്ത് ഇപ്പോൾ വാഗ്നർ പറഞ്ഞപ്പോൾ ചിരിച്ചു. ഞാൻ പറഞ്ഞില്ല, വാഗ്നർ ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് മൂവ് ആവുന്ന പറഞ്ഞപ്പോൾ ആൾക്കാർ ചിരിച്ചു. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് അത് സംഭവം ശരിയാണെന്നുള്ള മനസ്സിലാക്കി തിയറി കണ്ടുപിടിച്ചിട്ട്. അതേപോലെ നിങ്ങൾ ചിരി ഇപ്പം അതും 50 വർഷത്തെ വ്യത്യാസമുള്ള വാഗ്നറിന് അത് കൺഫേം ചെയ്ത്. ഇത് കൺഫേം ചെയ്യാൻ എത്ര 1400 വർഷം എടുത്തു. ഇത് മൗണ്ടൻസിന് ഒരു റൂട്ട് ഉണ്ട്, അങ്ങ് താഴെ നിൽക്കുകയാണ് എൻ്റെ ഇതെന്നുള്ളത് പറയുമ്പോഴത്തേക്ക് ചിരിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാനാ? ഇതാണ് ഒന്നാമത്തെ തെളിവ്. അവർക്ക് അറിഞ്ഞുകൂടാന്നുള്ളത് തന്നെയാണ് തെളിവ്. അവർക്കറിയാവുന്നൊരു കാര്യം പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അത് ഇന്ന് അവർക്ക് പോലും മനസ്സിലാവാത്തത്, അതാണ് ഏറ്റവും കൂടുതൽ തെളിവ്. അവർക്ക് പോലും മനസ്സിലാത്തൊരു കാര്യം ഖുർആൻ പറയുന്നെങ്കിൽ അത് ദൈവികം തന്നെയാണ്. 21-ാം നൂറ്റാണ്ടിൽ ഞങ്ങൾക്ക് എല്ലാം അറിയാം, സയൻസിനെ കുറിച്ചെല്ലാം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഒരു മൗണ്ടൻ അതെങ്ങനെ പ്രവാചകൻ പറഞ്ഞു? ഇത് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തത്, ഇതിന് ഇത്രയും റൂട്ട് താഴെ വരെ പോയില്ലെങ്കിൽ ഈ മൗണ്ടൻസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കത്തുമില്ല. ഇത്രയും മുകളിലുള്ളത് ഡെൻസ് മെറ്റീരിയൽ ആണത്, ഭൂമിക്ക് മുകളിലുള്ളത്. താഴെയുള്ളത് ഡെൻസിറ്റി കുറഞ്ഞതും അത് മാന്റിൽ വരെയും പോകുന്നതാണത്. മാന്റിൽ വരെയും പോകും. ഈ ഞാൻ പറഞ്ഞില്ല സെമി ഫ്ലൂയിഡ് എന്നുള്ളത്. ആക്ച്വലി ഇത് അതിനകത്ത് പൊങ്ങിക്കിടക്കാണിത്. മൗണ്ടൻസ് എന്ന് പറയുന്നത് അതിന്റെ പുറത്ത് ഫ്ലോട്ടീവ് ആണ്, മാന്റിലിന്റെ പുറത്ത്. ക്രസ്റ്റിൽ മാത്രമല്ല. ഒരു മരമാണെങ്കിൽ അത് ജസ്റ്റ് അത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുക അതിനകത്ത്. ഇതിനകത്ത് ആ ക്രസ്റ്റിൽ തന്നെ. ഇത് ക്രസ്റ്റ് മൊത്തത്തിൽ മാന്റിൽ ഫ്ലോട്ട് ആവുന്നുണ്ട്, അത് വേറെ. പക്ഷെ മൗണ്ടൻ നേരെ പോയിട്ട് ആ മാന്റിൽ ഫ്ലോട്ടീവ് ആണ്. അതിന്റെ ഒരു ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല്, എന്താ ഒരു ഗുണമെന്ന് പറഞ്ഞാല്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു തടി കഷ്ണോ ഐസ്ബർഗോ നിങ്ങൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് കുറയും. താഴെ നിന്നൊരു തള്ളു വരും, ബോയൻസി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. താഴെ നിന്നുള്ള ഒരു ത്രസ്റ്റ് വരുന്നതുകൊണ്ട് ആ വെയിറ്റ്, പാതി വെയിറ്റ് അത് എടുത്തോളും. അവിടെ നമ്മുടെ തള്ളുകളുണ്ട്, ഇതിന്റെ വെയിറ്റ് കുറയും. ഈ മൗണ്ടൻ ഇത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ട്, ഇത് പൊങ്ങിക്കിടക്കുന്നതുകൊണ്ട്, ഒരു ഫ്ലൂയിഡ് കിടക്കുന്നുണ്ട്, അതിന്റെ താഴെ നിന്നൊരു ബോയൻ ഫോഴ്സ് ഈ മൗണ്ടനിന്റെ മുകളിൽ തള്ളുന്നുണ്ട്.
അതുകൊണ്ടാണ് ഇത്രയും അത് വെയിറ്റ് ഉണ്ടായിട്ടും, അല്ലെങ്കിൽ അത് മാത്രം നിന്നിരുന്നെങ്കിൽ അതിന് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുതലായി മൊത്തത്തിൽ എർത്തിന് തന്നെ അൺബാലൻസ് വരുന്നത്. മൗണ്ടൻ മാത്രം ഈ ബോയൻ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ താഴെ നിന്നുള്ള തള്ളും കൂടെ ഉണ്ട്, തള്ളിയിട്ട് അതിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കുറച്ചിരിക്കുകയാണ്. ഇപ്പം മോളിൽ നിന്നൊരു ഫോഴ്സും താഴെ നിന്നൊരു ഫോഴ്സും നമ്മുടെ ബോഡി വെയിറ്റ് ഭൂമിയിലുള്ളപ്പോൾ ഒരു വെയിറ്റ് ആയി വെള്ളത്തിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരാൾക്ക് താങ്ങി നിർത്താൻ പറ്റും. അങ്ങനെ ആണ് മൗണ്ടൻസിനെ താങ്ങുന്നത്. ഈ മാൻഡലിൽ പോകുന്നുണ്ട്, ഡീപ്പ് റൂട്ട്സ് ഉള്ളത് കൊണ്ട്, താഴെ വരെ പോയത് കൊണ്ട് ആ മൗണ്ടൻസിന് താഴെ നിന്ന് ഒരു തള്ളുള്ളതുകൊണ്ട് ഗ്രാവിറ്റേഷൻ എഫക്ട് കുറവാണ് ഇതിന്. ഇത്രയും വെയിറ്റ് ഉണ്ടെങ്കിലും ഇത് എർത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇതിനെ അവർ ഐസോസ്റ്റസി എന്ന് പറയും. അവിടെ ബോയൻസി എന്ന് പറഞ്ഞ പോലെ മൗണ്ടനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ പ്രതിഭാസത്തെ ഐസോസ്റ്റസി എന്നാണ് അവർ പറയുന്നത്. ഇത് ഇപ്പൊ നോക്കിയത് രസമാണത്. ഇത് ഞാൻ പിന്നെ പറയാത്, ഇത് മൗണ്ടൻ ഫ്ലോട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ശരിക്കും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഫ്ലോട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിനകത്ത് പറയാത്, വേറെ ആയത്ത് എടുക്കുമ്പോൾ ഞാനത് പറയാം. അപ്പം ഇതാണ് മൗണ്ടൻസിൽ. അല്ലെങ്കിൽ ഇത്രയും ഡീപ്പ് റൂട്ട്സ് ഇല്ലെങ്കിൽ ഇത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല. മൊത്തത്തിലുള്ള ഇത് താഴെ നിന്ന് ബോയിന്റ് ഫോഴ്സ് വന്നില്ലെങ്കിൽ എർത്ത് സ്റ്റേബിൾ ആവില്ല. ഇതും നിൽക്കില്ല, ഇതും കൊളാപ്സ് ആവും പെട്ടെന്ന്. ഇതെന്താന്ന് വെച്ചാൽ ഈ കുറെ കാലം കഴിയുമ്പോൾ മൗണ്ടൻസ് വെള്ളവും മഴയും കാറ്റും അടിച്ചടിച്ചടിച്ച് ഈ മൗണ്ടൻസിന്റെ ഓരോ പാറ പൊടിഞ്ഞ് അത് മണ്ണായിട്ട് മാറും. അപ്പൊ ഇത് മെലിഞ്ഞ് വരും. ഈ മൗണ്ടൻ മെലിഞ്ഞ് വരും തോറും ഇതിന്റെ റൂട്ട് പൊങ്ങി കൊടുക്കും. ആ താഴെ ആണിവർ അടിച്ചിരുന്നത് അതിന്റെ റൂട്ട് കുറച്ചായിട്ട് കുറഞ്ഞ് പൊങ്ങി ഈ അടിയിലുള്ള മെറ്റീരിയൽ അവസാനം പുറത്തു വരും. അതൊക്കെ നമുക്ക് യൂസ് ആവുന്ന കണക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത് വേറെ. അതാണ് ഈ വെള്ളത്തിൽ ഒരു ഷിപ്പിൽ നമ്മൾ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് കൂട്ടിയാൽ ഷിപ്പ് താരും, ആ വെള്ളത്തിനോട് താഴ്ന്നു പോകും. പിന്നെ വെയിറ്റ് മാറ്റി കഴിഞ്ഞാൽ പൊങ്ങി വരും. അതേ സംഭവമാണ് എവിടെ നടക്കുന്നത്, മൗണ്ടൻസിൽ നടക്കുന്നത്. ആ മുകളിലത്തെ സാധനം ഒരു ഡിറ്റോറേറ്റ് ആയി അത് മൗണ്ടൻസ് ഇല്ലാതാവുന്ന കണക്ക് എന്റെ എർത്തിന്റെ മുകളിലുള്ള ഭൂമിയുടെ മണ്ടയിലുള്ള മുകളിലുള്ള ആ പാറ വെള്ളവും കാറ്റും അടിച്ച് മഴയും വീണ് പതുക്കെ പൊടിഞ്ഞ് പോകുന്ന അനുസരിച്ച് താഴെ തന്നെ അതിന്റെ റൂട്ട് അതിനനുസരിച്ച് പൊങ്ങി വരും, ബാലൻസ് ചെയ്യാനായിട്ട്, വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട്. കയറി അവസാനം മൗണ്ടൻസിന് ഇല്ലാതായ സ്ഥലങ്ങളും ഉണ്ട് ഇങ്ങനെ വെച്ചിട്ട്. റൂട്ടും പോകും മൗണ്ടനും പോകും. ഇത് കറക്റ്റ് ആയിട്ട് ഒരു ഷിപ്പിൽ, ഒരു വെള്ളത്തിലൊരു ഷിപ്പ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ പ്രിൻസിപ്പിളാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുക. അപ്പം ഇതാണ് ആദ്യത്തത്. അവർ പറഞ്ഞ നമ്പർ ആരും എടുത്തില്ല, നമ്പർ ഞാൻ പറഞ്ഞല്ലോ 15. ഓക്കെ, ഇതിനൊക്കെ പലയിടത്തും പറയുന്നുണ്ട്. ഞാൻ ഇത് ഒരു സ്റ്റേക്സ് ആക്കി നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെയും കൊണ്ട് ഇത് ചലിക്കും, മൗണ്ടൻ ചലിക്കും. ഇത്രയും റൂട്ട് ഇല്ലായിരുന്നെങ്കിൽ ഈ മൗണ്ടൻ അൺസ്റ്റേബിൾ ആവും. അപ്പം ഇത് കോമഡി അല്ല. നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഇത് മിറക്കൽ തന്നെയാണ്. ഒന്ന്. ഇനി രണ്ടാമത്തത് അവർ പറഞ്ഞതാണോ ഇനി വേറെ എവിടെയും ഞാൻ കേട്ടതാണോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഇത് നോക്കിക്കോ, 27:88 ഒന്ന് എടുത്ത് വായിക്കാം ആരെങ്കിലും. 27:88 സമീറുണ്ടോ? സമീറുണ്ടോ? ഞാൻ നോക്കുന്നുണ്ട്. ശരി ഭായി. ഞാൻ പറയുന്നത് കേൾക്കാറുണ്ടോ? കേൾക്കുന്നുണ്ട്. 27:88 എടുത്തേ. 27:88. പർവ്വതങ്ങളെ ഉറച്ചു നിൽക്കുന്നവയാണെന്ന് ധരിച്ചുകൊണ്ട് നീ കാണുന്നു. വാസ്തവത്തിൽ അവ മേഘം ചലിക്കുന്നത് പോലെ ചലിക്കുകയാണ്. എല്ലാ കാര്യവും കുറ്റമറ്റതാക്കി തീർത്ത അള്ളാഹുവിന്റെ പ്രവർത്തനമത്രേ അത്. തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഒന്നുകൂടെ വായിക്കാം. പർവ്വതങ്ങളെ ഉറച്ചു നിൽക്കുന്നവയാണെന്ന് ധരിച്ചുകൊണ്ട് നീ കാണുന്നു. വാസ്തവത്തിൽ അവ മേഘം ചലിക്കുന്നത് പോലെ ചലിക്കുകയാണ്. എല്ലാ കാര്യവും കുറ്റമറ്റതാക്കി തീർത്ത അള്ളാഹുവിന്റെ കണ്ണട ചെയ്തുകൊണ്ടാണ് കുറ്റമറ്റതാക്കി തീർത്ത അള്ളാഹുവിന്റെ പ്രവർത്തനമത്രേ അത്. തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇത് അവർ പറഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയാൻ വേറെ എവിടോ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് റെഫറൻസ് ഇല്ലാതെ പറഞ്ഞായിട്ടാണ് എന്റെ ഓർമ്മ. അപ്പം അവർ പറഞ്ഞായിട്ട് നമ്മൾ എടുക്കാം. പറഞ്ഞിട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നു. പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ, ഇതൊരു ആരോപണമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പർവ്വതങ്ങൾ ഉറപ്പിച്ചു നിർത്തതായിട്ട് നീ കാണുന്നു, നീ വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ അല്ല. അത് മേഘങ്ങൾ മൂവ് ചെയ്യുന്നത് പോലെ അത് മൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് സംഭവം. ഇപ്പം ഇത് കേട്ട ആർക്കാലും ഇത് കോമഡി പറയാതെ എന്ത് തോന്നും? മേഘങ്ങളുടെ മൂവ്മെന്റ് എന്തുവാ? പർവ്വതം മൂവ് ചെയ്യും. ആദ്യമേ പർവ്വതം എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് നിൽക്കുന്നതിന് പറയുന്ന ഒരു പേരാണ് പർവ്വതം. അവൻ സ്ട്രോങ് ആയിട്ട് പർവ്വതം പോലെ നിൽക്കും എന്ന് പറയും. ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടൻസ് എന്നുള്ള ഉദാഹരണം പറയും. വിശ്വാസം ഉണ്ടെങ്കിൽ പർവ്വതങ്ങളെ പോലും ചലിപ്പിക്കാം. അതിന്റെ അർത്ഥം പർവ്വതങ്ങളെ ചലിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അതുപോലെ ഇവൻ ഐൻസ്റ്റീൻ പോലും ഇത് വെച്ച് പറഞ്ഞു, പെർസിവിയറൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഫോഴ്സ്. അത് മൗണ്ടൻസിനെ നീക്കും. എന്ന് വെച്ചാൽ മൗണ്ടൻസിനെ നീക്കാൻ പറ്റത്തില്ല എന്നുള്ള കൺസെപ്റ്റിലാണ് ഇങ്ങനെയുള്ള ഒരുപാട് ചൊല്ലുകൾ ഉണ്ട്.
അപ്പൊ എല്ലാരും വിചാരിച്ചിരിക്കുന്നു പർവ്വതങ്ങൾ മൂവ് ചെയ്യില്ല. ഖുറാനും അത് തന്നെ പറയുന്നു. നീ വിചാരിക്കുന്നു അത് ഉറപ്പിച്ച ഒരിടത്ത് നിർത്തിരിക്കാന്ന്, പക്ഷെ അത് മൂവ് ചെയ്യുന്നുണ്ട്. ക്ലൗഡ്സ് പോലെ എന്നുള്ളത് അത് പിന്നെ പറയാം, എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ഖുറാൻ എപ്പോ പറയുന്നു? 1900 ഇത് കോമഡി ആയിട്ട് തോന്നും തീർച്ചയായിട്ടും. കുറച്ച് നാൾ മുമ്പ് ഇന്നും മണിക്ക് വെച്ചിരിക്കും അവർ ചിരിച്ചോ എനിക്ക് അറിയാൻ വയ്യ, ഇത് ഇവർ പറഞ്ഞാണെന്ന് എനിക്ക് അറിയാൻ വയ്യ, പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ, ഞാൻ കേട്ടതിൽ വെച്ച് ഓർമ്മ വെച്ച് പറയാം. പർവ്വതങ്ങൾ എങ്ങനെ മൂവ് ചെയ്യും? അതും മേഘങ്ങൾ പോലെ മൂവ് ചെയ്യും. ആദ്യം പർവ്വതം മൂവ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ആ മൂവ്മെന്റ്, എർത്തിന്റെ ക്രസ്റ്റ് മൂവ് ചെയ്യാന്നുള്ളത്. ഇപ്പം ഇന്ത്യൻ പ്ലേറ്റിലാണ് ഹിമാലയാസ് ഉള്ളത്. ഒന്നീ ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ഈ ഹിമാലയയുടെ ഹൈറ്റ് കൂടി വരുന്നുണ്ട്. ഓരോ വർഷവും അതിന്റെ 1 ഇഞ്ചോ 2 ഇഞ്ചോ 3 ഇഞ്ചോ വെച്ചോ അത് കൂടുന്നുണ്ട്. പക്ഷെ ഈ ഞാൻ പറഞ്ഞ മഴയും ആ കാറ്റും അതിനെ ഇല്ലാതാക്കുന്നുണ്ട്. അത്രയും ഹൈറ്റ് പിന്നെയും കുറയുന്നുണ്ട്, ബാലൻസ് ആയി പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇത് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതുപോലെ ഈ ഇന്ത്യൻ പ്ലേറ്റ് ഇപ്പൊ ഹിരോഷിമ പ്ലേറ്റിലേക്ക് ഇടിച്ച് മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ പർവ്വതങ്ങളും മൂവ് ചെയ്യും, ഈ ക്രസ്റ്റ് ഭൂമി മൂവ് ചെയ്യും എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് ഇത് കോമഡി ആയിട്ട് തോന്നുന്നു, പക്ഷെ സയൻസ് പറയുന്ന പർവ്വതം മൂവ് ചെയ്യുന്നു എന്നുള്ളത്. അതെങ്ങനെ ഖുറാനിൽ വരും? അതുപോലെ ആ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് നിങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞില്ല നേരത്തെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്നുള്ളത്. ആ ആയത്തിൽ അറബ് വേർഡ് എന്ന് കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് എന്നുള്ള വേർഡാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റുകൾ. ഈ വചനത്തിന് തൊട്ട് മുമ്പ് ആ ഫൈനൽ ഖയാമത്ത് നാളിൽ നടക്കാൻ പോകുന്ന മൊത്തം ലോകാവസാനത്തിൽ ഭൂമിയെ ഭൂമി മൊത്തം തവിടുപൊടിയാവുന്ന അത് പറഞ്ഞാലും ഇതിൽ പറയുന്നത് ആ സംഭവമല്ല. ഈ ഡ്രിഫ്റ്റ് എന്നുള്ള വാക്കാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നത്, ഞാൻ എത്ര കുറ്റമറ്റവനായിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, നിങ്ങൾ കണ്ടില്ലേ? ആ മൂവ്മെന്റിന്റെ അത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സ്പെഷ്യൽ ഏർപ്പാടായിട്ടാണ്. മൂവ് ചെയ്യണമെങ്കിൽ താഴെ അത് മൗണ്ടൻസ് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ പുറത്താണത് ഒരു സോളിഡ്. അതുപോലെ ഇത് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്നുണ്ട് ഐസോസ്റ്റസി. ഈ ഇതിന്റെ ഹൈറ്റ് മാറുന്നതനുസരിച്ച് താഴെ നിന്ന് പൊങ്ങി വരുന്നുണ്ട് ഞാൻ പറഞ്ഞ ഐസോസ്റ്റസി. ആ മൂവ്മെന്റും ഉണ്ട് അതിന്. അപ്പം പർവ്വതങ്ങൾ മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നു. അത് മറ്റൊരു ഉദാഹരണം, മറ്റൊരു മിറക്കിൾ. ഇത് രണ്ടാമത്തെ അത്ഭുതം. ഈ ജസ്റ്റ് 1-2 ആയത്തുകൾ പറഞ്ഞ അത്ഭുതമാണ്. ഇനി വേറൊരു എടുത്തു കഴിഞ്ഞാൽ 52-ന്റെ 9-10 എടുത്തേ. 52-ന്റെ 9-10 52 അല്ലേ? ആ 52. ദിലീപായി ഇടയ്ക്കൊരു ഇത് പറയണേ. അതായത് ഹിമാലയാസിന്റെ ഗ്രോത്ത് കുറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ പ്ലേറ്റ് ചെന്നിട്ട് ഇതിൽ കൊളൈഡ് ചെയ്ത ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അത് കുറഞ്ഞു വരികയാണ്. അപ്പൊ ഹിമാലയാസിന്റെ ഗ്രോത്ത് നിലച്ചു. ഇനി അത് താഴോട്ടായിരിക്കും. അപ്പോഴും ഇത് വാലിഡ് തന്നെയാണ്. കാരണം ഈ കൊളീഷന്റെ പുറത്താണല്ലോ ഇത് ഉണ്ടായിട്ടുള്ളത്. അതെ എന്തായാലും ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, അതിന്റെ എഫക്ട് മൗണ്ടൻസിലുണ്ട്. തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. ദിലീപ് പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അതെ. ഇപ്പൊ നോക്കിക്കോ, ഇവിടെ യൂസ് ചെയ്ത വാക്ക് ഡ്രിഫ്റ്റ് എന്നുള്ള വാർഡാണ്. വളരെ ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ ഈ 52-ൽ 9-10 52-ലെ 5-2-ലെ 52-ലെ അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതായത് ആകാശം കിടുകിട വിറക്കുകയും പർവ്വതങ്ങൾ ശക്തിയായി ചലിക്കുകയും ചെയ്യുന്ന ദിവസം. ഇവിടെ ഈ ലാസ്റ്റ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ സമയത്ത് നടക്കുന്ന ആ മൂവ്മെന്റ് പറയുമ്പോഴത്തേക്ക് ഒരു ഇമ്മീഡിയറ്റ് മൂവ്മെന്റ്, ആ വാക്ക് എല്ലാ ട്രാൻസ്ലേഷനിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സഡൻ ചേഞ്ച് ആണ് പറയുന്നത്, സഡൻ മൂവ്മെന്റ് ആണ് അവിടെ പറയുന്നത്. അന്ന് ഇതെല്ലാം വലിച്ചു പറിച്ച് ഇല്ലാതാവുന്നത് ഈ മൂവ്മെന്റ് അല്ല, ഡ്രിഫ്റ്റ്. ഇവിടെ ഡ്രിഫ്റ്റ് എന്ന് യൂസ് ചെയ്തത് 27-58 ഡ്രിഫ്റ്റ് എന്ന് യൂസ് ചെയ്ത അതേ ഖുർആൻ അതേ പർവ്വതത്തിന്റെ മൂവ്മെന്റിൽ അവസാന കാലത്ത് യൂസ് ചെയ്യുമ്പോൾ വേർഡ് മാറ്റിയിട്ട് ഒരു ഫാസ്റ്റ് മൂവ്മെന്റ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച്. രണ്ടിടത്തും 2 വേർഡ് യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. അത് ഇവിടെ ഡ്രിഫ്റ്റ്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് സയൻസ് എന്ന് എന്ത് യൂസ് ചെയ്യുന്നോ അതേ വാക്ക് ആ സ്ലോ മൂവ്മെന്റ് പറയുകയും ഫൈനൽ കാലത്ത് ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് എടുത്തെറിയപ്പെടും എന്നുള്ള രീതിയിൽ ശക്തമായ ഒരു മൂവ്മെന്റ് ആണ് അവിടെ പറയുന്നത്. ഇതും മറ്റൊരു അത്ഭുതമാണ് ഈ പർവ്വതത്തിന്റെ മൂവ്മെന്റ് വെച്ചിട്ട്. ഇനി മറ്റൊന്ന് പറയാം, ഇത് മേഘമായിട്ട് എങ്ങനെ ചേർക്കുന്നത്? ആരെങ്കിലും പറയുമോ പർവ്വതത്തിന്റെ മൂവ്മെന്റും മേഘത്തിന്റെ മൂവ്മെന്റ് ഒന്നാന്ന് പറഞ്ഞാൽ? ആരാലും ഇന്നത്തെ കാലത്ത് നോർമൽ ആളത് കോമഡി പുസ്തകത്തെ പറയത്തുള്ളത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴാണ് ദൈവികമാവുക. അതിന്റെ പ്രിൻസിപ്പിൾ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് സോറി നേരത്തെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നത് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞു. താഴത്തെ ആ മാഗ്നം ചൂടായിട്ട് മുകളിൽ വന്നിട്ട് ഒരു സൈക്ലിക് ഒരു കൺവെക്ഷൻ സർക്യൂട്ട്, ഒരു കറണ്ട് ഉണ്ടാവും. അതിങ്ങനെ മൂവ് ചെയ്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടുണ്ടാവുന്ന ഒരു ഫിനോമിനനാണിത്. താഴെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് പോലെ വന്നിട്ട്
രണ്ട് സൈഡിലും ഈ മോൾട്ടൺ മാഗ്ന അവർ ഇങ്ങനെ സൈക്കിളായിട്ട് കറങ്ങുന്നത് കൊണ്ടാണ് ഇതിനെ മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇനി ക്ലൗഡ്സിന്റെ മൂവ്മെന്റ് നോക്കിയാൽ ക്ലൗഡ്സ് മൂവ് ചെയ്യുന്നത് വിൻഡ് കൊണ്ടാണ്. വിൻഡ് ഉണ്ടാവുന്നതും ഇതുകൊണ്ടാണ്. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഹോട്ട് എയർ കോൾ എയറിന്റെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാണ് വിൻഡ് ഉണ്ടാവുന്നത്. സെയിം പ്രിൻസിപ്പിൾ. എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ ആ വാക്ക് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. മൗണ്ടൻ നീ വിചാരിക്കുന്നു അത് ഫേം ആയിട്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളത്, പക്ഷെ അത് ചലിക്കുന്നുണ്ട്. ക്ലൗഡ്സ് ചലിക്കുന്നവരെ ഒരു ചെറിയ വാക്കിനകത്ത് തന്നെ എത്ര എണ്ണം കുത്തി കയറ്റാൻ നിങ്ങൾ ആലോചിക്കുക. എത്ര അത്ഭുതങ്ങൾ, എത്ര ഇത് മനുഷ്യന്റെ വാക്കേ അല്ല, ഇത് അള്ളാഹുവാണ്. ഇന്ന് ചിരിക്കുന്നവർ കണ്ട് ചിരിക്കുമ്പോഴത്തേക്ക് ഇത് സയൻസ് പറയുന്നത് ഖുർആൻ പറയുന്ന കറക്റ്റ് എന്നുള്ള ആ കൺവെൻഷൻ കറണ്ട് കൊണ്ടാണ് പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നത്. അതേ പ്രഷർ ഡിഫറൻസ് ഉള്ള ഹോട്ട് എയർ ടു ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ പോകുന്നതുകൊണ്ടാണ് വിൻഡ് ഉണ്ടാവുന്നത്. അത് ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അത് ഈ മൂവ്മെന്റ് മൗണ്ടന്റെ മൂവ്മെന്റ് ക്ലൗഡിന്റെ മൂവ്മെന്റ് ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയത്. സാധാരണ ആൾക്കാർ വായിച്ച കഴിഞ്ഞ ഈ നൂറ്റാണ്ടിൽ വായിച്ചു കഴിഞ്ഞാൽ സയന്റിസ്റ്റ് പോലും ചിരിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ആയത്ത് വായിച്ച സയന്റിസ്റ്റ് ചിരിക്കും, കുളത്തില്ല, ഇത് കോമഡി പുസ്തകം അവർ പറയും. പക്ഷെ ഇന്നത്തെ സയന്റിസ്റ്റ് ചിരിക്കത്തില്ല, അന്താളിച്ച് നോക്കും ഇതെങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ഭൗതികവാദി ശരിക്കും, കാരണം ഭൗതികവാദി ഇന്നത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സയൻസിന്റെ അടുത്ത് എത്തിയിട്ടില്ല. സയന്റിസ്റ്റ് പോലും പറയും, കഴിഞ്ഞ നൂറ്റാണ്ടിലെ സയന്റിസ്റ്റും ചിരിക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ. അന്നത്തെ അയാൾക്ക് ടെക്ടോണിക് സ്പേസിന്റെ മൂവ്മെന്റ് അറിയത്തില്ല, എന്തുകൊണ്ടാണ് അയാൾക്ക് അറിയത്തില്ല. അവിടാണ് ദൈവികത പ്രൂവ് ആവുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ നിരീശ്വരവാദികൾ തന്നെ ഈ ആയത്തുകൾ കൊണ്ടുവന്നിട്ട് ഇത് ഖുർആൻ ദൈവികമാണെന്ന് അവർ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതാണ് ടൈറ്റിൽ. ഇപ്പൊ എത്ര മിറക്കിളായി. മൗണ്ടൻസ് പെക്സ എന്ന് പറഞ്ഞു, അവർ ചിരിച്ചു. അതാണ് പെർഫെക്റ്റ് സയൻസ്. അത് 1400 വർഷം മുമ്പ് ഖുർആൻ പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തത് മൗണ്ടൻസ് ബോയൻസിയിൽ നിൽക്കുകയാണത്, ഇത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അത് ഇക്ലിബ്രിയത്തിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ വെയിറ്റ് ഫുള്ള് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയിട്ട് അവിടെ വരും. ബോയൻസി ഇല്ലായിരുന്നെങ്കിൽ ടോട്ടൽ അൺസ്റ്റേബിൾ ആവും. അതും ഖുർആൻ കറക്റ്റായിട്ട് പറഞ്ഞു, അത് ചലിക്കും എന്നുള്ളത്. നിങ്ങളെ കൊണ്ട് ചലിക്കും എന്നുള്ളത്. ഞാൻ അത് ഫോം ആയിട്ട് ഫിക്സ് ചെയ്ത് ഡീപ്പ് റൂട്ട്സിൽ പെക്സ് ആയിട്ടാണ് അതിനെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വെയിറ്റ് താഴത്തെ മാൻഡിൽ എടുത്തോളും. അതുകൊണ്ട് ഒരു ഗ്രാവിറ്റേഷണൽ ഡിഫറൻസ് വരുന്നില്ല. ഇത് രണ്ടാമത്തത്. മൂന്നാമത്തത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. ആ ഡ്രിഫ്റ്റ് ഉണ്ടാവുന്നു പറഞ്ഞു. അതും അവസാന കാലത്ത് ഭൂമി നശിക്കുമ്പോൾ, ലോകം നശിക്കുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന മൗണ്ടന്റെ മൂവ്മെന്റും രണ്ട് വേർഡിൽ പറഞ്ഞു. അത് മൂന്നാമത്തെ അത്ഭുതം. ഇത്രയായി. ഓക്കെ. ഇനി ഈ അവർ പറഞ്ഞ ഈ ഒരു ആയത്തെ ശരിക്കും എടുത്തിട്ടുള്ള ഒരു മൗണ്ടൻ ഒരു പെക്സ് ആയിട്ട് യൂസ് ചെയ്ത് ആണിയായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞു 27-58 മേഘങ്ങൾ പോലെയൊക്കെ ഏതാന്ന് പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. അത് രണ്ടും മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. 52, 9, 10 ഞാനായിട്ട് പറഞ്ഞതാണ്. എങ്ങനെയാണ് ഖുർആൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ആയത്തോടെ എടുത്തിട്ട് പ്രസന്റേഷൻ തീർക്കാണ്. എന്നുവെച്ചാൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കുന്നുള്ളതുകൊണ്ട് പിന്നെ ഡിസ്കഷനിലേക്ക് പോവാം. 42, 33 എടുത്തേ സാർ ഭായി. സാർ ഭായി പോയാ? വേറെ ആരെങ്കിലും ഉണ്ടോ? വായിക്കാൻ പറ്റിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇബ്നു 42, 33 വായിച്ച. ഞാനൊന്ന് എടുക്കണം കേട്ടോ. പതുക്കെ എടുത്താ. إن يشأ يسكن الريح فيظللن رواكد على ظهره إن في ذلك لآيات لكل صبار شكور. അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ കാറ്റിനെ അടക്കി നിർത്തും. അപ്പോൾ അവ കടൽപ്പരപ്പിൽ നിശ്ചലമായി നിന്നുപോകും. തീർച്ചയായും അതിൽ ക്ഷമാശീലരും നന്ദിയുള്ളവരുമായ ഏവർക്കും ദൃഷ്ടാന്തമുണ്ട്. അപ്പം സൂപ്പർ. അതായത് ഇത് പറയുന്നത് എന്താന്ന് വെച്ചാല് കാറ്റിനെ അയക്കുന്ന അല്ലാഹു, അവനാണ് കാറ്റിനെ അയക്കുന്നത്. അവൻ വിചാരിക്കുന്ന പക്ഷം ആ കാറ്റ് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ സഞ്ചരിക്കുന്ന കപ്പലുണ്ടല്ലോ അതവിടെ നിൽക്കും. തീർച്ചയായിട്ടും ക്ഷമാശീലർക്ക് ഇതിനകത്ത് ഒരു ദൃഷ്ടാന്തമുണ്ട് എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഇത് അതിനകത്ത് ഇന്നലെ ഈ വേഴ്സ് കോട്ട് ചെയ്തിട്ട് ഷെറിൻ പറയാണ്, ഞാൻ ഈ വേഴ്സ് എന്റെ കുട്ടിയെടുത്ത് ഓതുമ്പോഴത്തേക്ക് അവൻ കിടന്ന് ചിരിക്കും. എന്തിനാ ചിരിക്കുന്നതെന്ന് വെച്ചാല് ഇതുണ്ടോ, കാറ്റ് നിർത്തി കഴിഞ്ഞാൽ ഷിപ്പ് നിൽക്കും, കാറ്റടിച്ചാൽ ഷിപ്പ് പോകും. ഇത് അന്നത്തെ കാലത്തുള്ള ഒരു വിശ്വാസമാണത്. അല്ലെങ്കിൽ അന്നത്തെ കപ്പലിന് മാത്രം ആപ്ലിക്കബിൾ ആവുന്ന ഒരു ഫിനോമിനനാണ്. ഇന്ന് മനുഷ്യൻ പ്രൊപ്പൽഷൻ സിസ്റ്റം കണ്ടുപിടിച്ചു കഴിഞ്ഞു. പ്രൊപ്പൽഷൻ സിസ്റ്റം ഡീസൽ എഞ്ചിൻ വെച്ചിട്ട് അല്ലെങ്കിൽ കരി എഞ്ചിൻ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് പ്രൊപ്പലർ വർക്ക് ചെയ്ത് കാറ്റില്ലെങ്കിലും ഷിപ്പ് മൂവ് ആവും. ഇത് അള്ളാഹുവിന് അറിയത്തില്ല, കണ്ടില്ല. അന്ന് അപ്പൊ ഇവർ ചോദിച്ചാൽ പറയും അത് അന്നത്തെ കാലത്ത് ഒരു പ്രതിഭാസമാണെന്ന് ഇവർ പറയും എന്ന് പറഞ്ഞിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇതിനെന്താ ഒരു സാങ്കേതികമുള്ളത്? ഇത് പറയാൻ എന്താണ് ഇതിനകത്ത് ഒരു യൂസും ഇല്ലല്ലോ എന്ന് ചെറിയൊരു വാദം അതിനകത്ത് വെക്കുന്നുണ്ട്. ഇത് പ്രൊപ്പൽഡ് ഷിപ്പാണെങ്കിലും ഒരു ഫിനോമിനൻ ഉണ്ട്. ആ ഫിനോമിനൻ കൊണ്ട് ഷിപ്പ് നീങ്ങില്ല. അത് ഇബ്നു ഞാൻ പറഞ്ഞു നിർത്തിയാണ് ഇബ്നു പറയാത് അതെന്താ ഫിനോമിനൻ എന്നുള്ളത്. പ്രൊപ്പൽഡ് ഷിപ്പ് ആണെങ്കിലും അത് പോയി സ്റ്റക്ക് ആവുന്ന രീതിയിൽ ഉള്ള ഫിനോമിനൻ കടലിലുണ്ട്. അത് ഇബ്നു എക്സ്പ്ലെയിൻ ചെയ്യും. എനിക്ക് പറയാനുള്ളതല്ല. അവർ ചോദിച്ചില്ലേ
ഈ നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തേക്ക് ഇത് പറയാൻ എന്താ ഉണ്ട് ഇതിനകത്തുനിന്ന് ചോദ്യത്തിന്? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ കണക്ക് അല്ലാഹു 32 പറയുന്നു. 32 കൂടെ വായിച്ചത്, 23 നമ്മൾ വായിച്ചത്, 42 32 വായിച്ച. കേക്കാവോ ഷമീറ? ഷമീർ പോയാ? അതിൽ വായിച്ചോ 42 32. ഞാൻ എടുക്കട്ടെ. ഖുർആൻ 42. കടലിലൂടെ മലകളെന്നോണം സഞ്ചരിക്കുന്ന കപ്പലുകളും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്ര. വല്ലതും മനസ്സിലായോ? ഒന്നുകൂടെ വായിച്ച. കടലിലൂടെ മലകളെന്നോണം സഞ്ചരിക്കുന്ന കപ്പലുകളും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്ര. അവര് ചോദിച്ചു ഈ കാലഘട്ടത്തേക്ക് എന്ത് ഉണ്ട്? ഇത് പറഞ്ഞിട്ടാണ് അടുത്ത ആയത്ത് പറയുന്നത് ഞാൻ കാറ്റ് കാണിച്ചാൽ നിൽക്കും എന്നുള്ളത്. ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് മല സഞ്ചരിക്കുന്ന കണക്കാണ് കപ്പൽ സഞ്ചരിക്കുന്നത്. ഇത് അങ്ങനെയല്ലേ ഷമീർ? അത് അതെ, മല സഞ്ചരിക്കുന്ന പോലെ കപ്പൽ സഞ്ചരിക്കുന്നതാണ്. ഇത് ഒരാൾ കേട്ടാൽ കോമഡി എന്നല്ലേ പറയത്തുള്ളൂ. കോമഡി തന്നെയല്ലേ ഇത്? അവിടാണ് ദൈവികത കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മലയും കപ്പലും ഒരേപോലെയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നുവെച്ചാൽ മലയുടെ റൂട്ട് കിടക്കുന്നത് ഒരു സെമി ഫ്ലൂയിഡിലാണ്, അത് ബോയൻസി ഉണ്ട്, താഴെ അതിനുള്ള ത്രസ്റ്റ് ഉണ്ട്. കപ്പലും അതേ സിസ്റ്റത്തിലാണ് ഓടുന്നത്. ഒരു ഫ്ലൂയിഡിൽ അത് പൊങ്ങിക്കിടപ്പുണ്ട്, അത് എത്രത്തോളം താഴ്ന്നു കിടക്കുന്നോ അതനുസരിച്ചുള്ള ബോയൻ ഫോഴ്സ് അതിനെ തള്ളുന്നുണ്ട്. മലയ്ക്ക് ഡീപ്പ് റൂട്ട് ഉള്ളതുകൊണ്ട് അത് ക്രസ്റ്റും താണ്ടി മാൻഡിൽ വരെ പോകുന്നതുകൊണ്ട് അതിന്റെ വെയിറ്റ് അത്രയും കുറയ്ക്കും. ഈ താഴെ നിന്നുള്ള ത്രസ്റ്റ് കാരണം ആ വെയിറ്റ് കുറയുന്നുണ്ട്. കപ്പൽ മുങ്ങിക്കിടക്കുന്ന പോലെ തന്നെയാണ് മല മുങ്ങിക്കിടക്കുന്നത്. ഇത് എങ്ങനെ പ്രവാചകൻ പറയുന്ന? നിങ്ങൾ ചിരിക്കുന്നല്ലോ, കപ്പലും ഇതെങ്ങനെ ചേർന്ന് പോകുന്ന ആര് കണ്ടാലും ചിരിക്കുന്നത്. പക്ഷെ ഇതെങ്ങനെ ഇത് ഇത്ര സയന്റിഫിക് ആക്യുറേറ്റ് ആയിട്ടുള്ള ആ ബോയൻസി വെച്ചിട്ട് ഈ ഐസോസ്റ്റസിയാണ് ഇതിന്റെ ഈ നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ചത്. ഐസോസ്റ്റസി എന്നുള്ള ഇതിന്റെ മലയുടെ മൂവ്മെന്റ്, അത് ബോയൻ ഫോഴ്സ് മലയിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് 1400 വർഷം മുമ്പ് എങ്ങനെ ഒരു മനുഷ്യന് പറയാൻ പറ്റും? എത്ര മിറക്കിളായിപ്പം, എത്ര എണ്ണം പറഞ്ഞു. അത് പെക്സ എന്ന് പറഞ്ഞു, ആണി പോലെ എന്ന് പറഞ്ഞു. അത് നിങ്ങളത് തെറ്റാണ്, നിങ്ങൾക്ക് അതറിയത്തില്ല, നിങ്ങളത് കളിയാക്കി, അത് പോയി. ഇത് ക്ലൗഡ്സ് പോലെ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, അത് രണ്ടാമത്തെ മിറക്കിൾ. മലകൾ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, അത് മൂന്നാമത്തത്. പിന്നെന്താണ്? മലയുടെ മൂവ്മെന്റിനെ തന്നെ രണ്ടായിട്ട് തരം തിരിച്ചു പറഞ്ഞു. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു പറഞ്ഞതിനകത്ത്, മറ്റേടത്ത് മൊത്തത്തിലുള്ള ഡിസ്ട്രക്ഷനും ഫാസ്റ്റ് മൂവ്മെന്റ്, ഒരു സഡൻ മൂവ്മെന്റ് ആണെന്ന് 4. 5 കപ്പൽ മുങ്ങിക്കിടക്കുന്ന കണക്കാണ് മലയെ മുങ്ങിക്കിടക്കുന്നത് 5. ആ കൂടെ എടുത്തത് 3 ആയത്ത് അല്ലെങ്കിൽ 4 ആയത്ത് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 5 മിറക്കിൾ, 5 വട്ടം നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ വിചാരിക്കുന്നത് അപ്ഡേറ്റഡ് സയൻസിന്റെ അപ്ഡേറ്റഡ് ആൾക്കാർ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നിയത് സയന്റിഫിക് ഫാക്ട് ആണത്. അത് ഖുർആൻ പറഞ്ഞേക്കുന്നു. അതുകൊണ്ട് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ തന്നെ അവർ കൊണ്ടുവന്ന ആയത്ത് ഖുർആൻ ദൈവികമാണ് എന്ന് അവർ തന്നെ തെളിയിച്ചിട്ട് പോയിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി ഇതിനുള്ള കമന്റ്സ് ബാക്കിയുള്ളവർ പറയാം.